Hello everyone and welcome back. Today we are going to discuss the last and most important chapter, unit from counting process chapter, which is rectification of errors. Exam point of view, നല്ല weightage ഉള്ള questions വരുന്ന one of the chapters ആണ് from this accounting process set. The other chapters are also important, but exam point of view മാർക്ക് വെച്ച് നോക്കുമ്പോൾ rectification of errors എന്നാണ് കുറച്ച് മുൻതൂക്കം വരാൻ സാധ്യത കൂടുതൽ. മറ്റുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. Those are important, but it might not be asked directly as a question from those chapters. അത് പലപ്പോഴും നമ്മളുടെ ബേസിക്സ് സ്ട്രോങ് ആക്കാൻ നമ്മൾക്ക് തരുന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഫൗണ്ടേഷൻ ബേസിക് സ്ട്രോങ് അല്ലാത്തവർക്ക് സ്ട്രോങ് ആക്കാനും, commerce background എന്നല്ലാതെ entirely new area of studyയിൽ നിന്ന് വന്ന് CA ലേക്ക് join ചെയ്തവർക്കും basic of accounting subject ധറവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ journal lecture trial balance ഒക്കെ പഠിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ടുള്ള ആ ബേസിക് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാൻ ഇമ്പോർട്ടൻസ് കൂടുതലല്ലേ, സാധ്യത കൂടുതൽ. അപ്പോൾ എന്തിനാണ് ഈ ചാപ്റ്റർ തന്നത്? കാരണം ഭാവിയിലേക്ക് നമ്മൾ ഇനി ഏത് ചാപ്റ്റർ പഠിച്ചാലും അടുത്ത ലെവൽസിലേക്ക് പോയാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ അടിത്തറയാണ്. ആ ഫൗണ്ടേഷന് വേണ്ടിയാണ് അത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തത്. എന്ന് വെച്ച് MCQ ഒന്നും ചെയ്യാതെ ഒന്നും പോകാനല്ല പറയുന്നത്. ബാക്കിയുള്ള ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സബ്ജക്റ്റീവായിട്ടും ലെങ്തി ആയിട്ടും വരാനുള്ള സാധ്യത ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററുകളിൽ നിന്ന് മുന്നോട്ടുള്ള ചാപ്റ്ററിലായിരിക്കും. ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്നും വരും കമ്പാരിറ്റീവ്ലി ഉള്ള കാര്യമാണ് പറഞ്ഞത്. So let us keep aside that discussion as of now. Importance എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആണെങ്കിലും ഭാവിയിലേക്കാണെങ്കിലും. So now we move on to the most important chapter, rectification of errors. നമ്മളെല്ലാവരും മനുഷ്യർ, തെറ്റുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് സംഭവിക്കാമെന്ന് പറയുന്നത് to err is human, to forgive is divine എന്ന് പറയുന്ന ആ പ്രോവർബ് പോലെ മനുഷ്യരാണെങ്കിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് തെറ്റുകൾ ഇൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അല്ലെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വാട്ട് ആർ ദോസ് തെറ്റുകൾ? സോ എറേഴ്സ് ആർ എനിത്തിങ് വിച്ച് ആർ an unintentional mistake that happens in accounting process. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളെയാണ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താലോ, അതായത് നമ്മൾ ഒരു ചെക്ക് വന്നിരുന്നു, ഒരു ചെക്ക് നമ്മളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, അത് ആ ഡേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ നമ്മുടെ ഡ്രോയറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. It can be both an intentional mistake and unintentional mistake. Imagine അത് അവിടെ വെച്ചിട്ട് നമ്മൾ മറന്നുപോയി, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, അൺഇൻറ്റൻഷനലി നമ്മളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു തെറ്റാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് ആ ചെക്ക് മാറ്റി വെച്ച്, ഇമാജിൻ അതൊരു ക്യാഷ് ചെക്ക് പോലെയാണ് നടന്നത്, അതായത് അക്കൗണ്ട് പേ ആയിട്ടൊന്നുമല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പോയി വിഡ്രോ എൻക്യാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരെണ്ണമാണ്. ക്യാഷ്യറിന് അത് കണ്ട് തോന്നുകയാണ്, why should I deposit in the companies, let me take it to my personal account. പിന്നെ ബോസ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് പറഞ്ഞൊഴിയാം എന്ന് അങ്ങനെ ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെയൊക്കെ ചുറ്റും കാണും, അല്ലേ? അപ്പോൾ അങ്ങനെ അയാൾ ആ ചെക്ക് മാറ്റി വെക്കുക, ദാറ്റ് ഈസ് ഇന്റൻഷനലി അയാൾ കബളിപ്പിക്കാൻ ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യമാണ്. ദാറ്റ് ഈസ് നെവർ എൻ എറർ, ദാറ്റ് ഈസ് എ ഫ്രോഡ്. അപ്പം നമ്മൾ ന്യൂസസിലൊക്കെ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പല ഫ്രോഡ് കേസസുകൾ കേൾക്കുന്നു, അല്ലേ? ആ കേസസിലെല്ലാം നമ്മൾക്കറിയാം അവരറിഞ്ഞുകൊണ്ട് ഇൻറ്റൻഷനോട് സഹിതം അല്ലെങ്കിൽ പൂർണ്ണ സ്വബോധത്തോടു കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, തെറ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ആണ് ഫ്രോഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ ഒരിക്കലും എറർ എന്ന പേരിൽ നമ്മളൊരു ന്യൂസിൽ കാണാറില്ല. സോ സെയിം വേ എറേഴ്സ് ഓർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എറേഴ്സ്. ദോസ് ആർ അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്സ് ദാറ്റ് ഹാപ്പൻ ഈവൻ ദോ നമ്മൾക്ക് സഹായത്തിന് അക്കൗണ്ടിങ് ചെയ്യാൻ ഒരുപാട് കമ്പ്യൂട്ടേഴ്സും സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യരും അതിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുന്നവരാണല്ലോ. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്നും അറിയാതെ പല തെറ്റുകൾ സംഭവിച്ചെന്നിരിക്കാം. അങ്ങനെ വരുന്ന എറേഴ്സിനെ അല്ലെങ്കിൽ തെറ്റുകളെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? കാരണം നമ്മൾ ഏറ്റവും അവസാനം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് ലാഭം എത്ര നഷ്ടം എത്ര എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പരിധിവരെ തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവായി ഏകദേശം കറക്റ്റ് ഇൻഫർമേഷൻ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലും അത് പിന്നീടാണെങ്കിലും നമ്മൾക്ക് തിരുത്താൻ ഒരു അവസരം കിട്ടണം, അല്ലെങ്കിൽ തിരുത്താൻ പറ്റണം. അങ്ങനെ തിരുത്താൻ ഒരു അവസരം കിട്ടിയാൽ ഹൗ വിൽ യു
rectify it എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. So let's first, for understanding how to rectify an error, അതിനു മുൻപ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ അല്ലെ അക്കൗണ്ടിങ് വ്യൂ പോയിന്റിൽ എന്തൊക്കെയാണ് എറേഴ്സ് എന്ന് നമുക്ക് നോക്കാം. എറേഴ്സിനെ രണ്ട് മെയിൻ ടൈപ്പ് ഓഫ് എറേഴ്സ് ആയിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് എറർ ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് രണ്ട് ക്ലറിക്കൽ എറേഴ്സ്. ഇത് മേജർ ബൈഫർക്കേഷൻ ആണ് കേട്ടോ. ഇനി എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പൽ? നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിൽ വി ഹാഡ് ഡിസ്കസ്ഡ് സർട്ടൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് ഒക്കെ അല്ലേ. സോ യൂണിവേഴ്സലി ഗ്ലോബലി ഈ പ്രിൻസിപ്പിൾ ഒക്കെ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് കൺവെൻഷൻസ് ഒക്കെ അണ്ടർലൈങ് ആയിട്ട് കിടപ്പുണ്ട്. അതിൽ നിന്നാണ് പല കാര്യങ്ങളും, ഡെബിറ്റും ക്രെഡിറ്റും പല കാര്യങ്ങളും, അല്ലെങ്കിൽ പ്രൂഡൻസ്, മെറ്റീരിയാലിറ്റി, നമ്മൾ പഠിച്ച അക്രൂവൽ സിസ്റ്റം, ഇതെല്ലാം വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ തെറ്റിനെയാണ് എറർ ഓഫ് principle എന്ന് വിളിക്കുന്നത്. Now what is an example that I can give you? The example that I can say is that when you buy a car for running a business, imagine ഒരു ബിസിനസ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഒരു കാർ നിങ്ങൾക്ക് വേണം ഫോർ ട്രാവലിംഗ് ആൻഡ് മീറ്റിംഗ് അപ്പ് പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റ്സ് or customers, prospective suppliers who supply at a very lower amount. അതിന് നിങ്ങൾക്ക് പല ആൾക്കാരെയും കാണാനൊക്കെ പോകണം. നിങ്ങൾക്ക് വേറെ വണ്ടി വിളിച്ച് പോകാനോ ബസ്സിലൊക്കെ പോകാനോ ഉള്ള ബുദ്ധിമുട്ട് കാരണം യു തോട്ട് വൈ ഡോണ്ട് ഐ ഇൻവെസ്റ്റ് ഇൻ എ സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാർ വാങ്ങിച്ചു ബിസിനസ്സിന് വേണ്ടി. ആ കാറ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചത്. ഇസ് ഇറ്റ് an asset or an expense? When you make payment, either it should be for an expense, അതായത് ചെലവുകൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ഈ കാർ എന്ന് പറയുന്നത് എന്താണ്? കാർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ യു ഹാവ് പർച്ചേസ്ഡ് an asset or you have made an expense. ഈ കാർ ഒരു വർഷം മാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ കാർ വാങ്ങിച്ചതല്ല. സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിൽ കൂടി വി എക്സ്പെക്ട് ഇറ്റ് ടു റൺ ഫോർ 2 to 3 years അല്ലേ, നമുക്ക് ബിസിനസ്സിൽ പരമാവധി യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കാർ എന്ന് പറയുന്ന സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ യുവർ ഗോൾ ഇസ് നോട്ട് ടു യൂസ് ഇറ്റ് ഫോർ എ ലിമിറ്റഡ് ടൈം. യുവർ ഗോൾ ഇസ് ടു maximum use it for more number of years, which means this car is intended as an asset for you, for your business. ഒരു asset ആയിട്ടാണ് നിങ്ങൾ വാങ്ങിച്ചത്, കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. So when you have purchased car as an asset, you are supposed to take this asset to balance sheet അല്ലേ. നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മളുടെ സ്വത്തുക്കളും കടങ്ങളും ഒക്കെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക്. അപ്പോൾ കാർ എന്ന് പറയുന്ന അസറ്റ് ഐഡിയലി എങ്ങോട്ട് പോകണം? അൾട്ടിമേറ്റ്ലി ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ you were an accountant of that business and when your boss purchased this car, unknowingly took it as an expense. നിങ്ങളിത് വെറുതെ ഒരു ചെലവായിട്ട് അങ്ങനെ എഴുതിപ്പോയി, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിച്ചതാണ്, അൺഇൻറ്റൻഷണൽ. എക്സ്പെൻസ് ആയിട്ട് എഴുതി പോകുമ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോകും? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നിങ്ങളുടെ ചെലവുകളുടെ കൂട്ടത്തിൽ പോകും. അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് P&Lലേക്ക് കാണിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇൻഡയറക്ട്ലി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ കാർ എന്ന് പറയുന്ന സാധനം ഒരു ചെലവ് മാത്രമാണ്, ഒരു വർഷം മാത്രമേ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാത്രമേ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ, ഇനി അടുത്ത വർഷമൊന്നും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല എന്നാണ് നിങ്ങൾ അക്കൗണ്ട് ചെയ്തതിൻ്റെ അർത്ഥം. പക്ഷെ ഇൻ റിയാലിറ്റി ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ആൻ asset. This is an error of principle. Instead of recording purchase of an asset, you have recorded it as an expense. Purchase of an asset നെ നിങ്ങൾ asset ആയിട്ട് കാണിക്കാതെ എക്സ്പെൻസിന്റെ പേയ്മെന്റ് ആയിട്ട് എഴുതി തള്ളി. So that is an error of principle. So such kind, ഇനി ഒരു എക്സ്പെൻസ് ആയിരുന്നു, ഒരു ബിൽഡിംഗ്, നിങ്ങൾക്കൊരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ടെന്ന് വെക്കാം. ആ ബിൽഡിങ്ങിൽ നിങ്ങൾ ഇരിക്കുന്ന സ്പേസിലെ സ്വിച്ച് ബോർഡിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ്. ഇമാജിൻ ദാറ്റ് ഇസ് എ സിറ്റുവേഷൻ. ആ സ്വിച്ച് ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് നിങ്ങൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് യു ആസ്ക്ഡ് ഹിം ടു ചെക്ക് ഇറ്റ് ആൻഡ് ഹി സെഡ് ഈ സ്വിച്ച് ബോർഡ് ഒന്ന് മാറ്റിയാൽ മതി, 200 രൂപ 300 രൂപ. ഞാൻ എമൗണ്ട് പറയാനൊന്നും അതിൻ്റെ കറക്റ്റ് വാല്യൂ ഒന്നും ആവണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നു. 200 രൂപ 300 രൂപയുള്ളൂ, താഴത്തെ ഇലക്ട്രിക്കൽ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഇപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറയുന്നു. ഒരു 200 രൂപയ്ക്ക് ഒരു സ്വിച്ച് ബോർഡ് വാങ്ങിച്ചു, വന്ന ആൾക്ക് ഒരു 100 രൂപ കൊടുത്തു, 300 രൂപയായി ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ.
ഇനി ഈ 300 രൂപ നമ്മൾ കൊടുത്തപ്പോൾ യു ഷുഡ് ഹാവ് അക്കൗണ്ടഡ് അല്ല 300 രൂപ ക്യാഷ് ആയിട്ട് പേ ചെയ്തപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ പറയണം. വാട്ട് കുഡ് ഹാവ് ബീൻ ദാറ്റ് പേയ്മെന്റ്? നമ്മൾക്കറിയാം ഒരു ചെറിയൊരു സ്വിച്ച് ബോർഡ് ഒരു 3-4 കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്ലോറിന്റെ ആണെങ്കിൽ കൂടി ഒരു ചെറിയ സ്വിച്ച് ബോർഡ് മാറ്റി 300 രൂപ ചെലവാക്കിയത് ഒരിക്കലും ബിൽഡിങ്ങിന്റെ വാല്യൂ കൂട്ടുന്ന ഒരു ഇംപ്രൂവ്മെന്റ് ഒന്നുമല്ല, ഒരു ചെലവാണ് അല്ലേ. നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് പല റിപ്പയർസും പല റീപ്ലേസ്മെന്റ്സും ഒക്കെ വേണ്ടി വരും. ചെറിയൊരു റിപ്പയർ മാത്രമാണ്. സോ ദാറ്റ് 300 രൂപ ചെലവാക്കിയത് ഇസ് ഇറ്റ് എൻ എക്സ്പെൻസ് or you have added on to the asset value of that building? It is merely an expense. But when you made a payment of 300 and accounted in books, instead of expensing it and taking it to P&L ultimately, you said it's a building asset in the value കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റിലേക്കുള്ള അഡീഷൻ ആണെന്ന് പറഞ്ഞ് ബിൽഡിങ്ങിലേക്ക് ഈ 300 രൂപ കാണിച്ചു, റിപ്പയർ ചാർജ് ആയിട്ട് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. എങ്ങോട്ടേക്ക് പോയി? ബാലൻസ് ഷീറ്റിലേക്ക് പോയി. So it can happen with income also. So anyhow നമ്മൾ പഠിച്ചിരിക്കുന്ന ആ പ്രിൻസിപ്പിൾ എന്താണോ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി എന്തെങ്കിലും വേറൊരു രീതിയിൽ അക്കൗണ്ട് ചെയ്താൽ അതിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് മേജർലി എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും എറർ ഓഫ് പ്രിൻസിപ്പിൾ പറയുന്നത്. യു ക്യാൻ ചെക്ക് ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ ഓൾസോ. ഇൻ ഓൾ ദിസ് കേസ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ട സ്ഥലത്ത് അസറ്റ് ആക്കുന്നു, അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ട എക്സ്പെൻസ് ആക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. Yeah, so when there is an error of principle, please note that trial balance will agree. Trial balance will agree. We will take up these examples and prove it also. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എക്സ്പെൻസിന് പകരം അസറ്റ് ആക്കി കാണിച്ചാലും ട്രയൽ ബാലൻസിന് തെറ്റൊന്നും, അതായത് ടോട്ടൽ ടാലി ആയി കിട്ടും. സോ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ശരിക്കും നമ്മൾ കാറാണ് വാങ്ങിച്ചത്. അപ്പോൾ എഴുതേണ്ടിയിരുന്ന എൻട്രി കാർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, ബാങ്ക് പേയ്മെന്റ് ആണ് വെക്കുക 3 ലക്ഷം. ഇതായിരുന്നു എഴുതേണ്ടിയിരുന്ന എമൗണ്ട് എൻട്രി, കറക്റ്റ്. ബട്ട് വാട്ട് ഡിഡ് വി റെക്കോർഡ്? റെക്കോർഡഡ് ശരിക്കും എന്തായി പോയി? എക്സ്പെൻസിന്റെ പേരൊന്നും ഇപ്പോൾ എഴുതുന്നില്ല. എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 3 lakh. Yeah. So ശരിക്കും record ചെയ്യേണ്ട correct entry is this one, but what we have recorded is expense account debit to bank. So by seeing this entry itself we can identify that ഈ കാറിന് പകരം expense എന്ന തെറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തത്. എന്നാൽ കാറ് ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ കാറിന് ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. അത് എവിടെ പോയിനെ? ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ കാർ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തതല്ലേ ഈ എൻട്രി വന്നിരുന്നെങ്കിൽ 3 lakh. ആൻഡ് ബാങ്ക് ഞാനിപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് കാണിക്കണം, അതായത് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും എടുക്കാത്ത കാരണം ആ 3 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആയിട്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിലും കൂടുതൽ വിഡ്രോ ചെയ്യാൻ ബാങ്ക് ബിസിനസ്സുകൾക്ക് ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ വഴി ഞാൻ പേ ചെയ്തു. അതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് 3 ലക്ഷം ക്രെഡിറ്റ് ആണെന്ന് വെക്കുക. ഇതാണ് ശരിക്കും ആക്ച്വൽ ട്രയൽ ബാലൻസ് വരേണ്ടത്. ബട്ട് റെക്കോർഡഡ് ട്രയൽ ബാലൻസ് നമ്മൾ തെറ്റൊരു എൻട്രി എഴുതിയത് കാരണം നമ്മളുടെ ട്രയൽ ബാലൻസ് എന്തായി പ്രസന്റ് ചെയ്തു? നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 3 lakh, വീണ്ടും ബാങ്ക് കൂടി 3 lakh ക്രെഡിറ്റ്. ട്രയൽ ബാലൻസ് ടാലി ആയോ? ടാലി ആയി. അപ്പോൾ എന്തിന് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ കൊണ്ടുപോയ ഈ ഡെബിറ്റ് ബാലൻസിന്റെ പേരാണ് തെറ്റിപ്പോയിരിക്കുന്നത്. ആ പേര് തെറ്റിയത് വഴി ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഒരു ഐറ്റം P&Lലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എറർ ഓഫ് പ്രിൻസിപ്പിൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലെഡ്ജറിന്റെ നേച്ചറിലും പേരിലുമാണ് എറർ വരുന്നത്, ഒരിക്കലും ട്രയൽ ബാലൻസിലല്ല. അവിടെ ആക്ച്വലി റെക്കോർഡ് ചെയ്യേണ്ടതിന് ലെഡ്ജറിന് പകരം മറ്റൊരു ലെഡ്ജർ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് തെറ്റ് സംഭവിക്കില്ല.
So therefore trial balance ഒരിക്കലും tally ആവാണ്ട് വരില്ല, even though you have committed an error of principle. Yeah? So I hope this part is clear. Trial balance will agree even though you have committed an error of principle. Now let's move on to the other category or other type of errors, which are clerical errors. In clerical errors ine മൂന്നായിട്ട് നമ്മൾക്ക് തരം തിരിക്കാം. Clerical errors are categorized into three. The first one is error of omission. Omit ചെയ്തു. ഈ വാക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ 10ാം ക്ലാസ്സും പ്ലസ് 2 വരെയൊക്കെ കേട്ടിട്ടുള്ളതാണ്. omit ചെയ്തു. What is omission? You forgot about it. ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ പല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറയാണ്ട് വരും. അത് സ്കൂളിൽ ആൻസർ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അത് മാത്രം നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയാൻ വിട്ടുപോയത്. അത് ഇന്റൻഷനൽ ആയിക്കോട്ടെ അൺഇൻറ്റൻഷനൽ ആയിക്കോട്ടെ, ആ ഇന്റൻഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് യു മിസ്ഡ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇവന്റ്. ബാക്കി എല്ലാം നിങ്ങൾ പറഞ്ഞു, സ്കൂളിൽ ബാക്കി നടന്ന വിശേഷങ്ങളെല്ലാം പറഞ്ഞു, പക്ഷേ പേപ്പർ തന്ന കാര്യം മാത്രം നമ്മൾ പറയാൻ വിട്ടുപോയി അല്ലെങ്കിൽ പറഞ്ഞില്ല. സോ അത് തന്നെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലും എറർ ഓഫ് ഒമിഷൻ. യു ഒമിറ്റ് ടു റെക്കോർഡ് എ transaction in books. Now this omission can be again of two types. One is complete omission. What is the meaning? We will talk about the meaning of complete omission, and the other type will be partial omission. Now what is complete omission? Complete omission എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം നടന്നത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ രണ്ട് എക്സാമ്പിളിൽ ഈ റിപ്പയറിൻ്റെ എക്സാമ്പിൾ എടുക്കാം, ആ സ്വിച്ച് ബോർഡ് മാറ്റുന്ന എക്സാമ്പിൾ. സോ ഇഫ് ഇറ്റ് ഈസ് എൻ എറർ ഓഫ് ഒമിഷൻ, ഈ രണ്ട് രീതിയിൽ നമ്മൾക്കിതിനെ പറയാം. ഹൗ ഡസ് ഇറ്റ് ബിക്കം എ കംപ്ലീറ്റ് ഒമിഷൻ? 300 രൂപ നമ്മൾ സ്വിച്ച് ബോർഡ് നന്നാക്കാനുള്ള ആൾക്കും എല്ലാവർക്കും എടുത്തു കൊടുത്തപ്പോൾ വി വർ ഐഡിയലി സപ്പോസ് ടു റെക്കോർഡ് ദിസ് എൻട്രി, റിപ്പയർ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 300 എന്ന് പറഞ്ഞല്ലേ. പക്ഷേ ആ ഫുൾ എൻട്രി ഡെബിറ്റും റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, ക്യാഷ് കയ്യിൽ നിന്ന് പോയതും റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഒരു എൻട്രി തന്നെ നമ്മളുടെ ബുക്കിലില്ല. It is completely missing. So that is known as a complete omission. And in complete omission also trial balance will agree or tally. ഇനി രണ്ടും ഈക്വൽ ആകുന്നതിനെ നമ്മൾ അക്കൗണ്ടിങ് ടെർമിനോളജിയിൽ പറയുന്നതാണ് ടാലി. ഐ എം നോട്ട് ഷുവർ വെദർ ഐ ഹാവ് ഓൾറെഡി സ്പോക്ക് അബൌട്ട് ഇറ്റ്. ഇഫ് നോട്ട്, നമ്മൾ ഇനി ഒരുപാട് സമയം ഒരുപാട് സന്ദർഭങ്ങളിൽ ടാലി ആയോ എന്ന് ചോദിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് രണ്ട് ടോട്ടൽസും സെയിം ആയി കിട്ടണം. സോ ട്രയൽ ബാലൻസിന് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി കിട്ടുന്നതിനെയാണ് ടാലിയിങ് എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നിങ്ങൾ മിസ് ചെയ്തു, അതിൻ്റെ ഡെബിറ്റും റെക്കോർഡ് ചെയ്യാൻ മിസ് ചെയ്തു, ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യാൻ മിസ് ചെയ്തെങ്കിൽ ദാറ്റ് will be categorized as a complete omission, and in such case also trial balance tally ആകും. പക്ഷെ ഫിസിക്കലി നോക്കുമ്പോൾ ചിലപ്പോൾ ക്യാഷിൽ ആ 300 രൂപ കുറവ് വന്നെന്നിരിക്കും, ചെലവുകളിൽ ആ ബില്ലും കിട്ടിക്കാണും, റിപ്പയർ ചാർജ് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് വാങ്ങിച്ച്. അത് അക്കൗണ്ടിങ്ങിൽ ആ ബുക്കിൽ എഴുതാൻ നമ്മൾ മറന്നുപോയി. ഫിസിക്കലി ദാറ്റ് വിൽ ബി എ വേരിയൻസ് ദാറ്റ് ഇസ് ദെയർ. നമ്മളിപ്പോൾ പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് ഒരെണ്ണം എഴുതുന്നുണ്ടല്ലോ, ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അവിടെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. So even though the actual event or actual transaction took place, we forgot to record it completely. Both the debit and credit aspect is complete omission, and in such case also trial balance tally ആവും. കാരണം 300 രൂപ എക്സ്പെൻസ് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണമായിരുന്നു, ക്യാഷിൽ 300 രൂപ കുറഞ്ഞതും കാണിക്കണമായിരുന്നു. രണ്ടും കാണിക്കാതെ വിട്ടുപോയാലും നമ്മളുടെ ട്രയൽ ബാലൻസ് ടാലി ആയി തന്നെ കിട്ടും. Now what is partial omission? Same example, repair expenses account debit 300 to cash 300. ഇതാണ് എൻട്രി അല്ലേ. ഇത് പോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ, ഇപ്പോൾ ഇമാജിൻ സബ്സിഡിയറി ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അപ്പം ജേർണൽ പ്രോപ്പറിൽ ഇതെല്ലാം എഴുതി വന്നു, അല്ലെ ക്യാഷ് ബുക്കിൽ നമ്മളിതെല്ലാം എഴുതി. ക്യാഷ് ബുക്കിൽ എഴുതിയാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റിപ്പയർ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം അല്ലേ. നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഓപ്പോസിറ്റ് എഫക്റ്റ് നമ്മൾ റിപ്പയർസ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് കാണിക്കണം. ആ റിപ്പയർസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എക്സ്പെൻസ് ആക്കി കാണിക്കാൻ നമ്മൾ വിട്ടുപോയി. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം.
ഇനി കോമ്പൗണ്ട് എൻട്രി ആണെങ്കിലും അങ്ങനെ തന്നെ, 2 ഡെബിറ്റ് റെക്കോർഡ് ചെയ്തു, ഓപ്പോസിറ്റ് റെക്കോർഡ് ചെയ്യേണ്ട ക്രെഡിറ്റ് മറന്നു. അങ്ങനെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും യു ഹാവ് മിസ്ഡ് ടു റെക്കോർഡ് ദ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ. അതിന് കുറച്ച് എഴുതി വെച്ചു. അപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് കാണിച്ചു, പക്ഷേ റിപ്പയർ എക്സ്പെൻസിലെ ഡെബിറ്റ് കാണിക്കാൻ മറന്നുപോയി. സോ ഇഫ് ദാറ്റ് ഹാപ്പൻസ് വിൽ യു ട്രയൽ ബാലൻസ് ടാലി? ഇല്ല, കാരണം ക്യാഷ് ബുക്കിൽ ആ കുറവ് വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് എഫക്റ്റ് വന്നു, റിപ്പയർ എക്സ്പെൻസിന്റെ ഡെബിറ്റ് വന്നിട്ടില്ല. സോ ഇൻ പാർഷ്യൽ ഒമിഷൻ ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി ഓർ അഗ്രി. The next error under clerical errors are compensating errors. So as the name suggests, you have committed an error, but it is going to compensate. Now how will that happen? Let us take up an example wherein on one fine day you committed an error which resulted in not recording a debit of 100 rupees. ഏതോ ഒരു ലെഡ്ജർ ഡെബിറ്റ് ചെയ്യേണ്ടത് 100 രൂപയുടെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാനേ മറന്നുപോയി. അതാണ് നിങ്ങൾ ചെയ്ത ആദ്യത്തെ എറർ. രണ്ടാമത്തെ ദിവസം വേറൊരു ട്രാൻസാക്ഷൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ എഴുതാൻ മറന്നുപോയി 100 രൂപയുടെ. സോ വാട്ട് ഹാപ്പൻഡ് വിത്ത് ദ ഫസ്റ്റ് എറർ? ആദ്യത്തെ എറർ സംഭവിച്ചപ്പോൾ 100 രൂപ ഡെബിറ്റ് എഴുതാൻ മറന്നുപോയി അല്ലേ? സോ 100 ഡെബിറ്റ് റെക്കോർഡ് ചെയ്യാതെ നിങ്ങളൊരു എറർ കമ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം നിങ്ങൾ എന്ത് കമ്മിറ്റ് ചെയ്തു? ഒരു ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഓഫ് 100, വിച്ച് മീൻസ് ഡെബിറ്റിൽ 100 കുറഞ്ഞതും ക്രെഡിറ്റിൽ കുറഞ്ഞതും 100 കൂടെ കോമ്പൻസേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇൻഡയറക്ട്ലി ഇറ്റ് ബിക്കംസ് ഒരു ട്രാൻസാക്ഷൻ പോലെ, ഒരു ഡെബിറ്റ് 100 എഴുതിയില്ല, ഒരു ക്രെഡിറ്റ് 100 എഴുതിയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ട്രയൽ ബാലൻസ് ടാലിയായി കിട്ടും. ഇനി സെയിം എമൗണ്ട് തന്നെ കോമ്പൻസേറ്റിംഗ് വരണമെന്നൊന്നുമില്ല. ഇമാജിൻ ഈ സെയിം എക്സാമ്പിൾ തന്നെ, ആദ്യത്തെ ദിവസം നിങ്ങളൊരു ഡെബിറ്റ് 100 എഴുതാൻ മറന്നുപോയി, രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഒരു ക്രെഡിറ്റ് 75 എഴുതാൻ മറന്നുപോയി, ഒരു 10ാമത്തെ ദിവസം വീണ്ടും ഒരു ക്രെഡിറ്റ് 25 രൂപ എഴുതാൻ മറന്നുപോയി. ഇത്രയും എറേഴ്സ് ക്യുമുലേറ്റീവ്ലി എടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നു? all these errors compensate each other. കാരണം 2 ക്രെഡിറ്റ് ഓഫ് 100 വർത്ത് നിങ്ങൾ എഴുതാൻ വിട്ടുപോയി, അതേപോലെ ഒരു ഡെബിറ്റ് ഓഫ് 100 എഴുതാൻ വിട്ടുപോയി. സോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്തായിരിക്കും? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റിൽ ഒരു 100 കുറഞ്ഞിരിക്കും, ഷോർട്ട് ഫോൾ ഉണ്ടാവും. ക്രെഡിറ്റിലും ഒരു 75ഉം 25ഉം 2 ലെഡ്ജറിലാകാം കുറവ്. 2 ലെഡ്ജറിലാണെങ്കിൽ കൂടി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 100 രൂപയാണ് കുറവ് അല്ലേ? ഡെബിറ്റിലും ആ 100 രൂപയാണ് കുറവ്. സോ ഈ 2 എറേഴ്സും കൂടെ അല്ലെങ്കിൽ ഈ 3 എറേഴ്സും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്ത് ഇതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാവും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എഫക്റ്റ് ഇല്ലാണ്ടാവുന്നത്? ട്രയൽ ബാലൻസ് ടാലി ആവാതെ കിടക്കുന്ന സിറ്റുവേഷൻ മാറും. സോ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് മീൻസ് one error will compensate another one error or a combination of other errors. So in such situation your trial balance will agree. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിൾ തന്നെ, ഒരു 100 രൂപ ഡെബിറ്റിൽ എഴുതാൻ മറന്നുപോയി, ക്രെഡിറ്റിൽ ഒരു 25 രൂപ എഴുതാൻ മറന്നുപോയി. ഇതെല്ലാം കൂടെ ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്ത് വന്നു കഴിയുമ്പോഴും എറർ ഉണ്ട് ട്രയൽ ബാലൻസിൽ. പക്ഷെ ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കുമോ? ഇല്ല, ടാലി ആകും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ ഇരിക്കുകയാണെങ്കിൽ ട്രയൽ ബാലൻസ് ടാലിയാണ്, തെറ്റൊന്നും ഇല്ല എന്ന് നമ്മൾക്കൊരു തോന്നൽ വരും. Such errors are compensating errors. One error will compensate one or more errors. അതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാവും, and thereby the trial balance will tally or will agree with each other, both debit and credit. This is another clerical error. And the third most important error is error of commission. ഇവിടെ error of commission എന്ന് വെച്ചാൽ not the income commission that we're talking about, committing എന്നുള്ള രീതിയിലുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. error of committing or error of commission. ഇതിനകത്ത് you will have different types of errors which is mentioned in detail in your textbook. അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. എറർ ഓഫ് കമ്മീഷൻ നിങ്ങൾ എഴുതി വന്നപ്പോൾ ഓരോ ലെഡ്ജറും നമ്മൾ ടാലി ചെയ്യും അല്ലേ, ബാലൻസ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ബാലൻസിങ് ഫിഗർ 1000 ആയിരുന്നു കിട്ടേണ്ടത്. നിങ്ങൾ അറിയാതെ ഒരു 0 കൂടെ എഴുതിപ്പോയി. ഇവിടെ മാത്രമേ എറർ സംഭവിച്ചിട്ടുള്ളൂ. സോ നിങ്ങളുടെ ട്രയൽ ബാലൻസ് ടാലി ആകുമോ?
ക്യാഷ് അക്കൗണ്ടിൽ മാത്രം ഒരു 0 അറിയാതെ കൂടിപ്പോയി. ഇതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് റെക്കോർഡ് ചെയ്ത എല്ലാ ലെഡ്ജറിലും പ്രോപ്പർലി ബാലൻസ് ചെയ്തു. ഒരു ലെഡ്ജർ മാത്രം ബാലൻസ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഇനി ആ തെറ്റ് നമുക്ക് അപ്പം മനസ്സിലാവില്ല, നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തോണ്ട് പോകും? ഈ ക്യാഷിന്റെ ഈ ബാലൻസ് നേരെ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവാണ്ട് വരും. ഇനി ക്യാഷ് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് പകരം ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടതിന് പകരം ഡെബിറ്റ് സൈഡിൽ കൊണ്ട് എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. Let us take up an example. Repairs charges ന്റെ an example എടുത്തോളൂ. Repairs account debit നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ക്യാഷ് 300. അപ്പോൾ ഇവിടെ ഈ ലെഡ്ജറിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ലെഡ്ജറിൽ ക്രെഡിറ്റ് സംഭവിക്കണം, റിപ്പയർസ് അല്ലേ 300. റിപ്പയർസ് അക്കൗണ്ടിലോ ഡെബിറ്റ് സംഭവിക്കണം, ടു ക്യാഷ് എന്ന് പറഞ്ഞ് 300. നമ്മുടെ എറർ എന്താണ്? നമ്മൾ റിപ്പയർസിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു ടു ക്യാഷ് 300. ക്യാഷിൽ നമ്മൾ എന്തായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്? ബൈ റിപ്പയർസ് 300 എന്ന് പറഞ്ഞ് കാണിക്കണമായിരുന്നു അല്ലേ? അത് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ടു റിപ്പയർസ് എന്ന് തന്നെ കാണിച്ചു. ദാറ്റ് മീൻസ് എറർ ഈസ് ഓൺലി ഇൻ വൺ ലെഡ്ജർ. റിപ്പയർസ് അക്കൗണ്ട് കറക്റ്റ്ലി പോസ്റ്റ് ചെയ്തു, ഇപ്പുറത്തെ ക്യാഷ് അക്കൗണ്ടിൽ പോയി എഴുതാൻ നിന്നപ്പോൾ അവിടെയും ഡെബിറ്റ് ആണ് ചെയ്തത്. സോ എൻട്രി കറക്റ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. 2 ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, ഒരു ഡെബിറ്റിനും ക്രെഡിറ്റിനും പകരം. സോ ഈ 300 റോങ് ആയിട്ട് ക്യാഷിൽ വന്ന ഡെബിറ്റ് എഫക്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ബാലൻസിലേക്ക് അറൈവ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന ആൻസറിലേക്ക് ഈ തെറ്റ് കയറി വരില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസറും ഈ എററിന്റെ എഫക്റ്റോട് കൂടിയതായിരിക്കും. ട്രയൽ ബാലൻസ് ടാലി ആകുമോ? ഇല്ല, കാരണം ഒരു ക്രെഡിറ്റ് മിസ്സിംഗ് ആണ് നമ്മൾ എഴുതാൻ, അതിന് പകരം ഒരു ഡെബിറ്റ് എക്സസ് ചെയ്തു. സോ അങ്ങനത്തെ എറേഴ്സ് സംഭവിക്കാം. സോ സച്ച് മെനി കൈൻഡ് ഓഫ് എറേഴ്സ് മൈറ്റ് ബി കമ്മിറ്റഡ് ബൈ us which result in certain situations wherein trial balance, or majority of situations wherein trial balance will not agree, and one situation where trial balance will agree. So let us discuss those few errors which are categorized under error of commission, and some of them will result in the trial balance to not tally, and one will result in a trial balance agree. എറർ ആണ്, പക്ഷെ ട്രയൽ ബാലൻസിൽ നമ്മൾക്ക് ആ തെറ്റ് എവിഡൻസ്ലി കാണാൻ പറ്റില്ല. അങ്ങനത്തെ എറേഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിലി പറയാം. എറേഴ്സ് ഇപ്പൊ പറഞ്ഞ ആ എക്സാമ്പിൾസ് ഒക്കെ തന്നെ ഇവിടെയും ഇൻക്ലൂഡഡ് ആണ്. അതിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, വേറെ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ബൈ ബാലൻസിന് 1000 എഴുതുന്നതിന് പകരം നമ്മൾ ഒരു 0 കൂടെ അറിയാതെ എഴുതുന്നത്, അതായത് റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ബാലൻസ് ചെയ്തപ്പോൾ amount മാറി തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു ക്യാഷിൽ മാത്രമാണ് തെറ്റ് സംഭവിച്ചത്, ബാക്കി എല്ലാ ലെഡ്ജേഴ്സും പ്രോപ്പർലി നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ട്രയൽ ബാലൻസ് ശരിയാകുന്നു. ക്യാഷ് എന്ന് പറയുന്ന ഒരു സിംഗിൾ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ലെഡ്ജറിൽ മാത്രമാണ് തെറ്റ്. സോ ട്രയൽ ബാലൻസ് ഐഡിയലി വിൽ നോട്ട് ടാലി. ദിസ് ഇസ് റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ റോങ് പോസ്റ്റിംഗ് ഓൺ wrong side of an account. അതും നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് പകരം ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ജേർണൽ എൻട്രി ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ റിപ്പയർസിനെയും ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെയും ഡെബിറ്റ് ചെയ്തു. ട്രയൽ ബാലൻസ് ടാലി ആകുമോ? ഇല്ല, കാരണം ആ ക്രെഡിറ്റ് ഒരിടത്തും വന്നിട്ടില്ല. സോ റോങ് പോസ്റ്റിംഗ് ഓൺ റോങ് സൈഡ്. റോങ് പോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് പോസ്റ്റിംഗ് തെറ്റാണ്, ബിക്കോസ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ correct account, but on the wrong side. Debit ന് പകരം credit, credit ന് പകരം debit ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. Another error is you are posting wrong posting or posting with wrong amount. On an account. അത് എക്സാമ്പിൾ നമ്മൾക്കൊന്ന് പറയാം. നമ്മളുടെ റിപ്പയർസും ക്യാഷിൻ്റെയും തന്നെ എക്സാമ്പിൾ എടുക്കാം. ക്യാഷ് അക്കൗണ്ട് ആൻഡ് റിപ്പയർസ് അക്കൗണ്ട്. ഇതിൽ റിപ്പയർസിൽ വരേണ്ടത് ടു ക്യാഷ് അല്ലേ 300, ക്യാഷ് അക്കൗണ്ടിൽ വരേണ്ടത് ബൈ റിപ്പയർസ്. ഇവിടം വരെ കറക്റ്റ് ആണ്, പക്ഷേ 300 എഴുതേണ്ടതിന് പകരം 3000 എഴുതി. അതായത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലെഡ്ജറിലേക്ക് വന്ന പോസ്റ്റിങ്ങിൽ എമൗണ്ട് തെറ്റിപ്പോയി, പക്ഷെ ഡെബിറ്റും ക്രെഡിറ്റും അതെല്ലാം കറക്റ്റാണ്, പേരുകൾ കറക്റ്റാണ്, എമൗണ്ട് എഴുതിയതിൽ
ഒരു സൈഡിൽ തെറ്റ് വന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സൈഡിലാണ് തെറ്റ് വന്നത്. രണ്ട് സൈഡിലും തെറ്റ് വന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാവ് എ ട്രയൽ ബാലൻസ് എഫക്റ്റ്, അതായത് ടാലി ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് തെറ്റായ ഒരു എമൗണ്ട് ആണ്. സോ ട്രയൽ ബാലൻസ് ടാലി ആകും? ടാലി ആകത്തില്ല. ഇനി wrong casting of an account. Wrong casting and wrong balancing kind of similarly namukku parayam. Now what is casting of an account? അതായത് നമ്മൾ ഓരോ അക്കൗണ്ടും എടുത്ത് ലെഡ്ജറും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ആ ലെഡ്ജർ ക്ലോസ് ചെയ്യാനുള്ളത് ഏതായിരുന്നു? ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ ഹെവിയർ എന്ന് നോക്കാൻ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ ഹെവിയർ സൈഡിന്റെ എല്ലാ എമൗണ്ട്സും കൂടെ ടോട്ടൽ ചെയ്ത് എഴുതുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആ ടോട്ടൽ ചെയ്ത് ഹെവിയർ സൈഡിനെ ടോട്ടൽ ചെയ്ത് എഴുതുന്നതിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇമാജിൻ ഈ റിപ്പയർസ് അക്കൗണ്ടിനകത്ത് രണ്ട് റിപ്പയർസ് ഉണ്ടായിരുന്നു, ക്യാഷ് ഓഫ് 300 and one of 250. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇങ്ങനെ രണ്ട് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്ത് വി വിൽ ചെക്ക് വെദർ ഈ അക്കൗണ്ടിന് ഡെബിറ്റിലാണോ എമൗണ്ടുകൾ കൂടുതൽ ക്രെഡിറ്റിനാണോ എമൗണ്ടുകൾ കൂടുതൽ. ഈ അക്കൗണ്ട് നോക്കിയാൽ ഡെബിറ്റ് സൈഡിന് മാത്രമേ ഉള്ളൂ. സോ ഡെബിറ്റ് ആണ് കൂടുതൽ. സോ ഡെബിറ്റ് ടോട്ടൽ എത്രയാണ് ശരിക്കും? 300 plus 250 550. സോ 550 എഴുതുന്നതിന് പകരം we unknowingly wrote 500. So which means this is an error of casting, wrong casting. ഈ ടോട്ടലിങ്ങിൽ സംഭവിക്കുന്ന എറർ. ഇനിയിപ്പോൾ ഈ ടോട്ടൽ തെറ്റിയത് കാരണം ഇതിന്റെ എഫക്റ്റ് എങ്ങോട്ടേക്ക് വരും? ഈ ടോട്ടൽ ആയിരിക്കും നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ടോട്ടലായിട്ട് ആദ്യം എഴുതുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ ഈ ടോട്ടൽ 500 വരാൻ എത്ര ഡിഫറൻസ് വേണോ അതിനെ നമ്മൾ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ബാലൻസിങ് ഫിഗർ ആയിട്ട് കാണിക്കും അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ തെറ്റിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് തെറ്റിപ്പോയി? നമ്മളുടെ ബാലൻസ് എടുത്ത് എഴുതിയത് തെറ്റിപ്പോയി. സോ ബാലൻസ് എടുത്ത് എഴുതിയത് തെറ്റിപ്പോയാൽ നിങ്ങൾ ട്രയൽ ബാലൻസിലേക്കും പോകുമ്പോൾ ഈ റിപ്പയർസ് 500 കാണിക്കുള്ളൂ. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ക്യാഷിൽ പ്രോപ്പർലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. റിപ്പയർസിന്റെ ടോട്ടലിംഗ് ചെയ്തപ്പോൾ മാത്രമാണ് ഈ എറർ സംഭവിച്ചത്. വിച്ച് അൾട്ടിമേറ്റ്ലി വിൽ ഹാവ് an effect on the balance carried down and thereby it will have an effect in your trial balance. So that is wrong casting of an account. നിങ്ങൾ ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന ക്ലറിക്കൽ മിസ്റ്റേക്സിൽ ടോട്ടലിംഗ് മിസ്റ്റേക്സ് ആണ് leading to a error of commission. Yeah. Now all these errors that we have discussed now will lead to a situation wherein your trial balance will not tally. Yeah. All these errors will lead to a situation wherein your trial balance will not tally. And finally, an error of commission is such an error where you have recorded wrong amounts in subsidiary books. Need not be even subsidiary books. Journal. Subsidiary books ne uddeshikkunathu subsidiary book, purchase returns angane follow cheyyunnavaranengilum journal aanu ezhunennengilum enganeyanengilum wrong amount aanu subsidiary bookile nammal record cheyidirikkunu. For example, imagine you have made a purchases for cash for 5,000 rupees. അതിൻ്റെയാണ് നമ്മളുടെ കയ്യിൽ ബില്ല് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എവിടെ വരും? അല്ല ക്യാഷ് പർച്ചേസ് വേണ്ട. ലെറ്റ് മീ ട്രൈ ടു റിലേറ്റ് ഇറ്റ് ടു പർച്ചേസ് ബുക്ക്. ഒരു ക്രെഡിറ്റർ ബാലാജി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 5,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ പർച്ചേസ് ചെയ്തു. 5,000 രൂപയുടെ ബില്ലാണ് നമ്മൾക്ക് വന്നത്. 5,000 വർത്തുള്ള സാധനങ്ങളാണ് നമ്മുടെ ഗോഡൗണിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സൂപ്പർവൈസർ, ഗോഡൗണിന്റെ സൂപ്പർവൈസർ എത്രയാണ് പർച്ചേസ് ബുക്കിൽ എഴുതേണ്ടത്? ബാലാജി ട്രേഡേഴ്സ്. ട്രേഡ് ഡിസ്കൗണ്ട് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഗ്രോസ് എമൗണ്ടിലും നെറ്റ് എമൗണ്ടിലും ഒക്കെ എന്ത് കാണിക്കണം? 5,000. ഫ്രൈറ്റും ഇല്ല. സോ ഫൈനൽ കോളത്തിന് ടോട്ടലി അയാൾക്ക് കൊടുക്കാനുള്ള 5,000. ഇപ്പം കണ്ടന്റ് ഒക്കെ എഴുതണം എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത്.
Okay, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. All that is done in subsidiary book preparation. So ബാലാജി ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 5000 എന്ന് പറഞ്ഞു വേണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ. പക്ഷേ ഞാൻ എഴുതിയപ്പോൾ 500 എന്നേ എഴുതിയുള്ളൂ. അതായത് എൻ്റെ പർച്ചേസ് ബുക്കിൽ ഞാൻ എഴുതി വന്നപ്പോൾ ഒരു 0 എഴുതാൻ മറന്നുപോയി. ഞാൻ എഴുതിയ പ്രസന്റേഷൻ കറക്റ്റ് ആണ്, പാർട്ടിയുടെ പേര് കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ എഴുതി വന്നപ്പോൾ എമൗണ്ട് തെറ്റിപ്പോയി. ഇനി ഈ പർച്ചേസ് ബുക്ക് നോക്കിയാണ് നമ്മളുടെ അക്കൗണ്ടന്റ് ഏത് ലെഡ്ജർ ഓപ്പൺ ചെയ്യുന്നത്? ബാലാജി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്ററിന്റെ, അതായത് നമ്മൾക്ക് സപ്ലൈ ചെയ്ത ആളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ പർച്ചേസസ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ബുക്ക് നോക്കിയാണ് നമ്മൾ ബാലാജി ട്രേഡേഴ്സ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ എന്ത് എഴുതും? 500 തന്നെ എഴുതും. പർച്ചേസ് ബുക്കിലുള്ളത് 500 അല്ലേ, അപ്പൊ അത് തന്നെയല്ലേ ബാലാജി ട്രേഡേഴ്സ് അക്കൗണ്ടിലേക്ക് വരും. അതോ ഓരോ പോസ്റ്റിങ്ങിനും നമ്മൾ വീണ്ടും ഫിസിക്കലി ആ സ്റ്റോക്ക് പോയി എണ്ണി നോക്കുമോ? ബില്ല് വീണ്ടും ചെക്ക് ചെയ്യും. ബില്ല് വീണ്ടും ചെക്ക് ചെയ്യായിരിക്കും. ദാറ്റ് ഇസ് ദെയർ അസ്യൂമിങ് ആ ബില്ല് നമ്മൾ വീണ്ടും നോക്കുന്നില്ല. പർച്ചേസ് ബുക്ക് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ 500 തന്നെ ബാലാജി ട്രേഡേഴ്സ് അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ്. സോ ഇറ്റ് ഈസ് എൻ എറർ ബിക്കോസ് 5000-ന് പകരം 500 കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് ട്രയൽ ബാലൻസ് ടാലി ആകാതിരിക്കുമോ? പർച്ചേസ് ബുക്കിന്റെ ടോട്ടല് ഡെബിറ്റിൽ വരുന്നത് 500 രൂപയാണ് ബാലാജി ട്രേഡേഴ്സ്. കാരണം ഈ അക്കൗണ്ടിൽ, ഈ പർച്ചേസ് ബുക്കിൽ നിന്നാണ് നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? പർച്ചേസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നല്ലേ. പർച്ചേസസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ടു എമൗണ്ട് ആസ് പെർ പർച്ചേസ് ബുക്ക്. ഈ പർച്ചേസ് മാത്രമാണ് നോക്കുക. എന്ത് എഴുതും? 500 എഴുതും. സോ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരും, ബാലാജി ട്രേഡേഴ്സിൽ ക്രെഡിറ്റ് വരും. ട്രയൽ ബാലൻസിലേക്ക് പോകുമ്പോഴും അതേ എഫക്റ്റ്. പർച്ചേസസ് എന്ന് പറഞ്ഞ് ഡെബിറ്റിൽ 500 കാണും, ബാലാജി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റിൽ 500 കാണും. ട്രയൽ ബാലൻസ് ടാലി ആവില്ലേ? ടാലി ആവും. പക്ഷേ ഇറ്റ് ഈസ് എൻ എറർ ഓഫ് കമ്മീഷൻ. യു ഹാവ് റെക്കോർഡഡ് റോങ് അമൗണ്ട്സ്. അയാൾക്ക് 500 രൂപ കൊടുത്ത് അയാൾ സമ്മതിക്കുമോ 5000 കൊടുക്കേണ്ട അടുത്ത്? നോ. സോ ഇറ്റ് ഈസ് എൻ എറർ of commission, but it will not result in a trial balance disagreement. So only this case trial balance will agree. In all other cases of errors of commission, ഒരു ലെഡ്ജറിലായിരിക്കും മോസ്റ്റ്, ഒന്നിൽ കൂടുതൽ ലെഡ്ജർ ഹാവിങ് ക്രെഡിറ്റ് ഡെബിറ്റ്, അങ്ങനെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം എറേഴ്സ് വരുന്നത്. അങ്ങനെയുള്ള എറേഴ്സ് എപ്പോഴും ട്രയൽ ബാലൻസ് ഡിസഗ്രിമെന്റിലേക്ക് പോകാൻ റിസൾട്ട് ആവുന്ന എറേഴ്സ്. സോ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ് പൊതുവെ കൂടുതലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും നമുക്ക് വരാനുള്ളത്. വേറെ ട്രയൽ ബാലൻസ് ടാലി ആവാതെ ഇരിക്കുന്നു. ഈ ട്രയൽ ബാലൻസ് ടാലി ആവാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ട്രയൽ ബാലൻസ് ചാപ്റ്ററിൽ ഒരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ജസ്റ്റ് റിക്കലക്ട് ദാറ്റ് പോയിന്റ്. നമ്മൾ വീണ്ടും അടുത്ത ഡിസ്കഷൻ, ഇതിപ്പോൾ തിയറി മാത്രമാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ ഒരു തിയറിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് MCQ ആയിട്ട് വരാം. പക്ഷെ എങ്ങനെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടു റെക്കോർഡ് ആൻഡ് റെക്ടിഫൈ എറർ എന്നുള്ളത് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ നെക്സ്റ്റ്. ദിസ് ഈസ് ഓൾ തിയററ്റിക്കൽ. ഇതിന്റെ ബേസ് വെച്ചുകൊണ്ട് വി ആർ ഗോയിങ് ടു ഫോർമുലേറ്റ് എ മെത്തേഡ് ബൈ which is easy for us to record the rectification entry. Okay? So theory ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പല രീതിയിൽ ഹെഡിങ്ങിൽ ബൈഫിക്കേഷൻ ഒക്കെ ചെയ്ത് ട്രയൽ ബാലൻസ് വിൽ എഗ്രി ഇത്രയും, ട്രയൽ ബാലൻസ് വിൽ നോട്ട് എഗ്രി ഇത്രയും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബൈഫിക്കേറ്റ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ മേജർ ഡിസ്റ്റിങ്ഷൻ ഇത്രയാണ്. ഇതിനെ വീണ്ടും പല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ. സോ ഇഫ് യു നോ ദിസ് ചാർട്ട് ബൈ ഹാർട്ട്, which is also there in your study material, it is well and good enough for you to score in your MCQs, as well as to understand what are the different types of errors that you will face while accounting. Yeah. So let us move on to how should you tackle if such an error occurs in your books. Yeah. അതായത് അടുത്ത പാർട്ടാണ് റെക്ടിഫൈയിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. എന്താണ് റെക്ടിഫൈയിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ എങ്ങനെ തിരുത്താമെന്നുള്ളത്. ദാറ്റ് ഈസ് റെക്ടിഫിക്കേഷൻ. So same way, if you have committed an error in books, how do you rectify the effect of that error? So ഒരിക്കലും റെക്ടിഫൈ എന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറ്റ് എഴുതി, ഒരു തെറ്റ് 500 എഴുതി ഇതിലിങ്ങനെ വെട്ടിക്കുത്തി മാറ്റിയിട്ട് 5000 എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. Through certain other methods we will rectify all
errors. Now why are we doing that? അതായത് നമ്മളൊരു തെറ്റ് നമുക്ക് അറിഞ്ഞു 5000 എടുത്തേണ്ടടുത്ത് 500 ആണ് എഴുതിയത്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടത് നമ്മൾ എന്ത് പോയി ചെയ്താൽ മതി എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ പോയി 5000 ഇട്ടിട്ട് ഇവിടെ ഒന്ന് വെട്ടി 5000 എഴുതിയാൽ പോരെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്സിൽ ഒരിക്കലും ഒരു തെറ്റും കാണാൻ പോകും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്റ്റും ചെയ്യാതെ. ഇനി അത് നാളെ തന്നെ ഈ എറർ കണ്ടുപിടിക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധവും ഇല്ല. സോ ഒരിക്കലും നമ്മൾ എറർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി അത് തിരുത്തുക, അതായത് ആ പ്ലേസ് തന്നെ വെട്ടിയിട്ട് പുതിയ എറർ എഴുതുക, പുതിയ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എഴുതുക എന്നല്ല റെക്ടിഫിക്കേഷൻ എന്ന് നിർദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ആ ട്രെയിൽ ഓഫ് ഹിസ്റ്ററി വേണം. എങ്ങനെയാണ് ഈ എറർ സംഭവിച്ചത്, എങ്ങനെയാണ് നമ്മളിതിനെ കറക്റ്റ് ചെയ്തതെന്ന് നമ്മൾക്ക് കറക്റ്റായിട്ടൊരു ചെയിൻ കാണണം. അതുകൊണ്ട് ഒരിക്കലും എറർ നമ്മൾ അവിടെ പോയി തിരുത്തില്ല, പകരം we will find another way of recording it at a subsequent time which will eliminate the effect of such errors. ആ എറർ വഴി നമ്മൾക്ക് വന്ന ബുക്സിൽ വന്ന എഫക്റ്റിനെ എലിമിനേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ റെക്ടിഫിക്കേഷനിൽ ചെയ്യുന്നത്. To understand how to rectify an error, we have to first understand when each error occurs or when an error occurs or the time. എപ്പോഴാണ് ഈ എറർ സംഭവിച്ചത്, ടൈം ഓഫ് സ്റ്റേജ് ഓഫ് എറർ. What is this? When does this error occur? ഈ റെക്ടിഫൈയിങ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്ന ഹെഡിങ് ഇനി നമ്മൾ പറയുന്നത് തിയററ്റിക്കലി പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ബേസിക്സ് ആണ്. ടിൽ ഹിയർ ദിസ് ഈസ് ഓൾ ദ തിയറി പോർഷൻ വിച്ച് യു ഷുഡ് നോ. ഇതിൻ്റെ പല രീതിയിലുള്ളത് തന്നെയാണ്. ഈ ഓരോ എറേഴ്സും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പേരുകൾ ഇനി ഉപയോഗിക്കണമെന്നില്ല. ഇത് എറർ ഓഫ് ഒമിഷൻ ആണോ എറർ ഓഫ് കമ്മീഷൻ ആണോ എന്നൊന്നും പറയാൻ പോകുന്നില്ല. എറർ ആണ്, അതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യാം. സോ തിയററ്റിക്കലി ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇനി എല്ലാം നമ്മൾക്ക് എറർ മാത്രമാണ്. ആ എറർ എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ this part is for practical applicability. So when each error occurs, first you have to know when does that error occur in your books. First is before preparing trial balance. Trial balance prepare ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങളുടെ എറർ അതാണോ എന്ന് ചെക്ക് ചെയ്യും. രണ്ടാമത്തേത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴാണോ എറർ നിങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. എറർ occurs എന്ന് മാത്രമല്ല, when you have spotted also you can say എറർ നിങ്ങൾ കണ്ടുപിടിച്ചത് ട്രയൽ ബാലൻസിന് മുൻപ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന് ശേഷമാണ് ഇങ്ങനൊരു എറർ വന്നത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചത്. മൂന്നാമത്തെ കാറ്റഗറി ഇൻ സബ്സീക്വന്റ് ഫൈനാൻഷ്യൽ പീരിയഡ്. അതായത് ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ആ വർഷത്തെ കണക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ വർഷം നിങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ നിങ്ങളെ എപ്പോഴോ ഓഡിറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ മറ്റെങ്ങനെയോ നിങ്ങൾ അറിഞ്ഞു പണ്ടത്തെ വർഷത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്നത് ആ വർഷം തന്നെയല്ല, അടുത്ത വർഷങ്ങളിലായിട്ടാണ്. അത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇയർ തന്നെ ആവണമെന്നില്ല, ഫ്യൂച്ചർ ഇയേഴ്സ് വേണമെങ്കിലും ആവാം. സോ ദ ഫസ്റ്റ് ടു കാറ്റഗറി ഇസ് വിത്തിൻ എ ഫൈനാൻഷ്യൽ ഇയർ. എറർ കമ്മിറ്റ് ചെയ്ത ആ വർഷം തന്നെ നമ്മൾ അറിയുന്നു. അവസാനത്തെ കാറ്റഗറി എറർ എന്നാണോ കമ്മിറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ നമ്മൾ അറിയുന്നു. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് when does this error occur or when you come to know about it. ആ ടൈം നമ്മൾക്ക് അറിയാം. Next thing you need to know before rectifying an error is the broad category of each errors. നമ്മൾ പറഞ്ഞു പല എറേഴ്സും നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കും. എറർ ഓഫ് പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, ക്ലറിക്കൽ എറേഴ്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആ എറേഴ്സിൻ്റെ എല്ലാത്തിനെയും നമ്മൾ വീണ്ടും രണ്ട് ബ്രോഡ് കാറ്റഗറി ആക്കി തിരിച്ചിരിക്കുകയാണ്. വൺ ഇസ് ടൈപ്പ് 1 എറർ. Two type of errors. One error which doesn't which has an error only in one account. Error in the effect
only in one account. One account എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാലോ, one account or one ledger. രണ്ടാമത്തെ category of errors is those errors which occur in two or more accounts. Two or more accounts, അതായത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഉള്ള രണ്ടോ അതിൽ കൂടുതൽ അക്കൗണ്ട്സിലോ വരുന്ന എറേഴ്സ്. സോ നമ്മൾ പഠിച്ച എല്ലാ എററിനെയും നമ്മൾ ബ്രോഡ്ലി കാറ്റഗറൈസ് ചെയ്യുകയാണ് ഫോർ റെക്ടിഫൈങ് പർപ്പസ്. ആ റെക്ടിഫിക്കേഷൻ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ തരം തിരിച്ചു. ആദ്യത്തെ ടൈപ്പ് ഓഫ് എറർ എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് എറർ ഓഫ് പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, കംപ്ലീറ്റ്, പാർഷ്യൽ, ഏത് കാറ്റഗറിയിലുള്ളതാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഷുഡ് ഫോൾ അണ്ടർ എനി ഓഫ് ദിസ്. അതിൽ ആദ്യത്തെ എറർ സംഭവിച്ചിരിക്കുന്നത് ഒരേ ഒരു അക്കൗണ്ടിൽ മാത്രമാകാം. അത് ഡെബിറ്റിന്റെ അക്കൗണ്ട് ആണെങ്കിലും ക്രെഡിറ്റിന്റെ അക്കൗണ്ട് ആണെങ്കിലും ഒരേ ഒരു അക്കൗണ്ടിൽ മാത്രം എറർ സംഭവിച്ചിരിക്കും. ടൈപ്പ് 2 ആണെങ്കിലോ രണ്ടോ അതിൽ കൂടുതൽ അക്കൗണ്ട്സിലോ എറർ സംഭവിച്ചിരിക്കുന്നു. That are type 2 errors. Now let us take up examples. Here type 1 എററും ടൈപ്പ്, അതായത് ഒരു അക്കൗണ്ടിൽ മാത്രം സംഭവിച്ച ഒരു എറർ നമ്മൾക്ക് എടുക്കാം. അത് let us take up an example of purchase of car. നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ 3 lakh recorded as expense. ഇതിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ കറക്റ്റ് എൻട്രി നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം. കറക്റ്റ് എൻട്രി എന്തായിരുന്നു? കറക്റ്റ് എൻട്രി കാറ് വാങ്ങിച്ചു. സോ കാർ എന്ന് പറയുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. കാർ 3 lakh. ബാങ്ക് പേയ്മെന്റ് ഒന്നും പറയുന്നില്ല, പക്ഷെ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് 3 lakh എന്ന് പറഞ്ഞ പേയ്മെന്റ് എന്തായാലും നമ്മൾ ക്യാഷ് ആയിട്ടല്ല കൊടുക്കാൻ പോകുന്നത്. സോ therefore ടു ബാങ്ക് എന്ന് പറഞ്ഞ് 3 lakh. ഇതാണ് ശരിക്കും ഈ എൻട്രി ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്താണ് റെക്കോർഡ് ചെയ്തത്? റോങ് എൻട്രി ഓർ ദ എറർ ദാറ്റ് ഹാപ്പൻഡ്. I have recorded it as an expense paid. So നമ്മൾ റെക്കോർഡ് ചെയ്തത് expense account debit. Expense account debit 3 lakh to bank 3 lakh. So this is the wrong entry. Now tell me ഏതൊക്കെ അക്കൗണ്ട്സ് അഫക്റ്റ് ആയിട്ടുണ്ട് ഈ രണ്ട് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞു. തെറ്റ് എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്? എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ആക്ച്വൽ എന്തായിരുന്നു വരുന്നത്? കാർ അക്കൗണ്ട്. അപ്പൊ ബാങ്കിന് തെറ്റൊന്നുമില്ല, ബാങ്ക് നമ്മൾക്കപ്പോൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. ആക്ച്വലി ചെയ്യേണ്ടതിലും ചെയ്തതിലും ബാങ്കിന് തെറ്റൊന്നും സംഭവിച്ചില്ല. രണ്ട് കേസിലും ബാങ്കിൽ നിന്ന് 3 ലക്ഷം പോയതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനെയായിരുന്നു? കാറിനെ ആയിരുന്നു. അപ്പോൾ അഫക്റ്റ് ആയിരിക്കുന്ന അക്കൗണ്ട് ഏതാണ്? ഈ ഒരു ട്രാൻസാക്ഷനിൽ അഫക്റ്റ് ആയിരിക്കുന്ന ആദ്യത്തെ അക്കൗണ്ട് കാർ. അപ്പോൾ കാറിന് ഡെബിറ്റ് ചെയ്യണമായിരുന്നു, ചെയ്തിട്ടില്ല. അത് കാറിന്റെ അക്കൗണ്ടിൽ വരുന്ന എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റോ എക്സ്പെൻസ് ആയിരുന്നു. ഇത് P&L അല്ല, ഇല്ലാത്ത ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ അത് രണ്ടാമത്തെ അക്കൗണ്ട് which got affected. So which means by committing this error you have made an error which has got effect on 2 accounts. ഏതൊക്കെയാണ്? ഒന്ന് കാറും മറ്റൊന്ന് എക്സ്പെൻസും. കാറിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് ലെഡ്ജറിനെ അഫക്റ്റ്. So this type of errors will be categorized under type. അതായത് ഒന്നിൽ കൂടുതൽ, രണ്ടോ അതിൽ കൂടുതൽ അക്കൗണ്ടുകളെയോ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് ആണ് ടൈപ്പ്. അപ്പോൾ ഇനി ടൈപ്പ് 1ന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഐ എം സോറി ഇഫ് സ്റ്റാർട്ടിങ്ങിൽ ഞാനിത് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് എ സ്ലിപ്പ് ഓഫ് ടങ്. ദിസ് വിൽ ബി ആൻ ടൈപ്പ് 2 error. 2 accounts are affected. 2 accounts are affected. Which are they? Car and expense. രണ്ട് അക്കൗണ്ട് ഈ ഒരു തെറ്റ് വഴി അഫക്റ്റ് ആയിട്ടുണ്ട്. ചെയ്യേണ്ട ഒരു ഡെബിറ്റ് ചെയ്തുമില്ല, ചെയ്യാൻ പാടില്ലാത്ത ഒരു ഡെബിറ്റ് അക്കൗണ്ടിന് ഡെബിറ്റും ചെയ്തു. സോ രണ്ട് അക്കൗണ്ട് അഫക്റ്റ് ആയിട്ടുണ്ട്. സോ an example wherein only one account is
affected. Yeah. So let us take up an example wherein cash account like cash book നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, പണ്ട് പറഞ്ഞൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ക്ലാസ് സ്റ്റാർട്ടിങ് പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ്. 1000 എഴുതേണ്ടതിന് പകരം ഞാൻ 10,000 എഴുതും. സോ വിച്ച് മീൻസ് എത്ര അക്കൗണ്ട്സ് ഞാൻ ഈ എറർ balanced as 10,000 instead of 1,000. ബാലൻസ് 1000 എഴുതി ട്രയൽ ബാലൻസിലേക്ക് 1000 പോകേണ്ടതിന് പകരം 10,000 എഴുതി 10,000 ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകും. ക്യാഷ് അക്കൗണ്ടിൽ എന്തായാലും തെറ്റ് സംഭവിച്ചു. 1000-ന് പകരം 10,000 ആണ് ട്രയൽ ബാലൻസിലേക്ക് വരുന്നത്. സോ വൺ അക്കൗണ്ട് ദാറ്റ് ഗോട്ട് അഫക്റ്റഡ് ഇസ് ക്യാഷ് അക്കൗണ്ട്. വാട്ട് ഇസ് അതർ അക്കൗണ്ട് ദാറ്റ് ഗോട്ട് അഫക്റ്റഡ്? ഏതെങ്കിലും അക്കൗണ്ട് അഫക്റ്റ് ആയതായിട്ട് ഞാൻ പറഞ്ഞു. ക്യാഷ് അക്കൗണ്ടിന് ബാലൻസ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ ഈ 10,000-ലേക്ക് എത്താൻ പല ട്രാൻസാക്ഷൻസിന്റെ നെറ്റ് എഫക്റ്റ് കാരണക്കാരാണ് അല്ലേ? ആ ട്രാൻസാക്ഷൻസിൽ എവിടെയെങ്കിലും എറർ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എക്സാമ്പിൾ എടുത്തപ്പോൾ? ഇല്ല. അവിടെ എല്ലാം കറക്റ്റ് പോസ്റ്റിംഗ് ആണ് നടന്നത്. അവസാനം നമ്മൾ ടോട്ടൽ എഴുതിയതും കറക്റ്റ് ആണ്. ടോട്ടൽ എഴുതി ഇവിടെ ബാലൻസ് ചെയ്ത് എഴുതിയപ്പോൾ ഈ അക്കൗണ്ടിന് മാത്രം ഒരു തെറ്റ് സംഭവിച്ചു. Which means in this error the only account that got affected is cash account. So such an error wherein only one account is affected is type 1. ഒരു അക്കൗണ്ട് മാത്രമേ അഫക്റ്റ് ആവുന്നുള്ളൂ. രണ്ടാമത്തെ എററോ 2 അക്കൗണ്ട്സോ അതിൽ കൂടുതൽ അക്കൗണ്ട് അഫക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ കാർ ഡെബിറ്റ് വരണമായിരുന്നു, ഡെബിറ്റ് വന്നില്ല. ഇവിടെ എക്സ്പെൻസിന് ഡെബിറ്റ് വരാൻ പാടില്ലായിരുന്നു, ഡെബിറ്റ് വന്നു. സെക്കൻഡ് എക്സാമ്പിൾ ഇസ് വേർ all accounts are correctly recorded. ഒരു തെറ്റും സംഭവിച്ചില്ല. അവസാനം ട്രയൽ ബാലൻസിലേക്ക് ബാലൻസ് ചെയ്ത് എഴുതിക്കൊണ്ട് പോവാൻ തുടങ്ങിയപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ കൂട്ടി വന്ന് എഴുതിയപ്പോൾ ഒരു 0 കൂടിപ്പോയി. ഈ അക്കൗണ്ടിൽ മാത്രമേ തെറ്റ് വന്നുള്ളൂ. സോ വിച്ച് മീൻസ് ദിസ് എറർ ഹാസ് created an effect on only one ledger. Yeah. So let us now try to understand how do we tackle or how do we record these rectification. ഈ എറേഴ്സിന്റെ ഒക്കെ റെക്ടിഫിക്കേഷൻ, ഇതിന്റെ എഫക്റ്റുകളൊക്കെ എങ്ങനെ ഇല്ലാണ്ടാക്കുന്നു. അതിന് നമ്മൾ സബ്സീക്വന്റ് ഫൈനാൻഷ്യൽ പീരീഡിന്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. ബിക്കോസ് ആഫ്റ്റർ TB ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത എറർ എങ്ങനെയാണോ റെക്ടിഫൈ ചെയ്യുന്നത് അത് ഥറവായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ് സബ്സീക്വന്റ് ഫൈനാൻഷ്യൽ പീരീഡിൽ ഈ എറർ കണ്ടുപിടിച്ചാലും റെക്ടിഫൈ ചെയ്യേണ്ട മെത്തേഡ്. മൈന്യൂട്ട് ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലായാൽ ഫൈനൽ സ്റ്റേജ് ഇസ് വെരി ഈസി. Therefore ഞാനിപ്പോൾ ഈ ഫൈനൽ സ്റ്റേജ് പറയുന്നില്ല, കൺഫ്യൂഷൻ കൂടാൻ സാധ്യത. ആദ്യത്തെ ഈ 2 സ്റ്റേജുകൾ നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. For that before trial balance stage and after trial balance, we will take up again this or error. ക്യാഷിന്റെ ഈ എറർ തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ബിഫോർ TB ആണെങ്കിൽ ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചെങ്കിൽ എങ്ങനെ ഈ ഓരോ എറേഴ്സിനെയും ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നും കൂടെ നമ്മൾ ബ്രീഫ് ചെയ്യും. സോ that creates a formula in your mind. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ എക്സാമ്പിൾ മാത്രം എടുക്കുക. ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് എഴുതിയപ്പോൾ തെറ്റ് സംഭവിച്ചു. ആദ്യമേ അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കണം? ഇത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്ന് കണ്ടുപിടിക്കണം. ഏത് ടൈപ്പ് ഓഫ് എറർ ആയിരുന്നു? ടൈപ്പ് 1 ആണ്. ഒരു അക്കൗണ്ട് മാത്രമേ അഫക്റ്റ് ആയിട്ടുള്ളൂ. സോ ആ അക്കൗണ്ട് മാത്രമേ അഫക്റ്റ് ആയിട്ടുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് ഇത് എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സമയം എപ്പോഴായിരുന്നു? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ എറർ where only one account is affected. വീണ്ടും പറയുന്നു, എറർ
എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ക്യാഷിന്റെ ബാലൻസിങ് എററാണ്. ഈ എറർ സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഞാൻ പറയുകയാണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾ അറിയുന്നതെങ്കിൽ അവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി ഒന്നുമില്ല, നോ എൻട്രി. പക്ഷേ നമ്മൾ ആ കറക്ഷൻ വരുത്താൻ, തെറ്റ് തിരുത്തണ്ടേ? എങ്ങനെ തെറ്റ് തിരുത്തും? തെറ്റ് തിരുത്താൻ ആ അക്കൗണ്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ ബുക്കിലേക്ക്, ക്യാഷ് ബുക്ക് അക്കൗണ്ടിലേക്ക് പോയിട്ട് ക്രെഡിറ്റിലാണ് നമ്മൾ 10,000 എന്ന് പറഞ്ഞ് എഴുതിയത് അല്ലേ? സോ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബാലൻസിങ് കൂടിപ്പോയി. സോ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് ഓവർകാസ്റ്റിംഗ്. അതായത് കാസ്റ്റ് ചെയ്ത് എഴുതിയത് ബാലൻസ് ചെയ്യാൻ പറഞ്ഞു. ബാലൻസിങ്ങും കാസ്റ്റിങ്ങും ഓൾമോസ്റ്റ് ലിങ്ക്ഡ് ആണ്. നമ്മൾ എറർ ആദ്യം പറഞ്ഞപ്പോൾ ബാലൻസിങ് എന്ന് വെച്ചാൽ ആ ബാലൻസ് എടുത്ത് എഴുതുമ്പോൾ സംഭവിച്ച എറർ. കാസ്റ്റിങ്ങും ഇൻഡയറക്ട്ലി വിൽ എഫക്ട് ബാലൻസിങ്, ബിക്കോസ് കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആ ടോട്ടൽ എടുത്ത് എഴുതുന്നതിനെയാണ്. ടോട്ടൽ തെറ്റിച്ച് എഴുതിയാൽ അൾട്ടിമേറ്റ്ലി ബാലൻസിങ്ങും തെറ്റിപ്പോകും. സോ ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ ബാലൻസിങ് എറർ വരികയാണെങ്കിൽ, ശരിക്കും കാണിക്കേണ്ട എമൗണ്ടിൽ കൂടുതൽ കാണിക്കുകയാണ്, അല്ലെങ്കിൽ ശരിക്കും കാണിക്കേണ്ട എമൗണ്ടിൽ കുറവ് കാണിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രത്യേക പേര് വിളിക്കും. വെൻ ആക്ച്വലി കാണിക്കേണ്ട എമൗണ്ടിലും കുറവാണ് കാണിച്ചതെങ്കിൽ ഇറ്റ് വിൽ ബി ടേംഡ് ആസ് അണ്ടർകാസ്റ്റിംഗ്. ബട്ട് ശരിക്കും ബാലൻസ് ചെയ്ത് കാണിക്കേണ്ട എമൗണ്ടിലും കൂടുതലാണ് കാണിച്ചതെങ്കിൽ we will term it as overcasting. So I hope ആ രണ്ട് വാക്കുകൾ ക്ലിയർ ആയി എന്നാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ക്യാഷ് ബുക്ക് 1000 ബാലൻസ് കാണിക്കേണ്ടതിന് പകരം 10,000 നമ്മൾ ബാലൻസ് കാണിച്ചു. സോ അണ്ടർ കാസ്റ്റ് ആണോ ഓവർ കാസ്റ്റിംഗ് ആണോ? 1000-ന് പകരം 10,000 നമ്മൾ കാണിച്ചു. സോ വിച്ച് മീൻസ് ഓവർ കാസ്റ്റിംഗ് ആയത് കാരണം നമ്മൾ ഈ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ പോയി എഴുതും ടു ഓവർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ആ 9,000 കാണിച്ച് ഈ ബാലൻസിനെ കറക്റ്റ് ചെയ്യും. ഇതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഈ ഒരു അക്കൗണ്ട് മാത്രമേ അഫക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഹെഡിങ് എഴുതിയത്. എത്ര അക്കൗണ്ട്സ് അഫക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു എറർ വന്നപ്പോൾ? ഈ ഒരു എറർ വന്നപ്പോൾ ആകപ്പാടെ എഫക്റ്റ് ആയിരിക്കുന്നത് ക്യാഷ് ബുക്ക് മാത്രമാണ്. അപ്പോൾ ആ ബുക്കിനകത്ത് പോയി നമ്മൾ ഈ ഒരു നോട്ട് എഴുതും, അണ്ടർകാസ്റ്റിങ്ങോ ഓവർകാസ്റ്റിങ്ങോ വന്ന ഡിഫറൻസ് ആണിത് എന്ന് പറഞ്ഞിട്ട് ആ എററിന്റെ എഫക്റ്റ് നില്ലാക്കാൻ അല്ലെങ്കിൽ എഫക്റ്റ് ഇല്ലാണ്ടാക്കാനുള്ള എമൗണ്ട് നമ്മൾ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? 10,000 ക്രെഡിറ്റിൽ കിടപ്പുണ്ടായിരുന്നു, ഡെബിറ്റിൽ നമ്മൾ 9,000 എഴുതിയപ്പോൾ ആ 10,000 ക്രെഡിറ്റ് താഴെ 1000 ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ ആ എറർ കറക്റ്റ് ചെയ്യും. സോ ഇതിന് എന്തെങ്കിലും ജേർണൽ എൻട്രി ഉണ്ടോ? ഇല്ല, കാരണം ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഒന്നോ ഒന്നിൽ കൂടുതലോ ഒരു ഈക്വൽ ക്രെഡിറ്റ് വേണം. ഇവിടെ ഡെബിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ക്രെഡിറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. Which means you don't have any journal entry to record. You will merely correct that entry അല്ലെങ്കിൽ correct that particular subsidiary book. So ഇതേപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഇവിടെ ടോട്ടലി ചെയ്ത ഓവർകാസ്റ്റിംഗ് അണ്ടർകാസ്റ്റിംഗ് എറർ ആണ്, അതുകൊണ്ട് ആ പേര് എഴുതി. ഇപ്പം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ റിപ്പയർസിന്റെ എക്സാമ്പിൾ, റിപ്പയർസിലും ഡെബിറ്റ് ചെയ്തു, അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു. ക്യാഷിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം ഡെബിറ്റ് ചെയ്തു, അപ്പോൾ ഇൻകറക്റ്റ് പോസ്റ്റിംഗ് ആണ് അല്ലേ? സോ ആ ഒരു പേര് നമ്മൾക്ക് എഴുതാം, ബൈ ഡബിൾ പോസ്റ്റിംഗ് എന്നോ അങ്ങനെ എഴുതി നമ്മൾ ആ ബുക്കിൽ മാത്രം പോയി ആ നറേഷൻ എഴുതി. എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ സിംഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബുക്ക് എഫക്റ്റ് ആയിരിക്കുന്നത് എന്ന് നമ്മളൊരു വേർഡ് എഴുതി ആ എററിനെ കറക്റ്റ് ചെയ്യും. So there is no journal entry happening here. So this is at a stage if you found out that the error has if you found out the error before preparing trial balance. But what if you find this error only after preparing the trial balance? But error എന്തായിരുന്നു? ക്യാഷ് ബുക്കിൽ ബാലൻസ് ബൈ ബാലൻസ്
1000 എഴുതേണ്ടതിന് പകരം 10000 എഴുതി. ഈ 10000 എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മളുടെ ട്രയൽ ബാലൻസിലേക്കാണ് പോകുന്നത് അല്ലേ? ട്രയൽ ബാലൻസിൽ നമ്മൾ ക്യാഷ് 10000 എന്ന് പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് ട്രയൽ ബാലൻസിലെ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും എഴുതി വന്നപ്പോൾ ഇമാജിൻ ടോട്ടൽ ഇവിടെ 30000ഉം ഇവിടെ 39000 ആയിരുന്നു. റീസൺ എന്താണ്? ക്യാഷ് 1000 എഴുതേണ്ടതിന് പകരം 9000 കൂട്ടി എഴുതിയിരുന്നു. സോ ഡെബിറ്റ് സൈഡ് ഡെഫിനറ്റ്ലി വിൽ ബി ഹയർ ബൈ 9000 rupees. ക്രെഡിറ്റിൽ ആ എറർ വരുമില്ല, ക്യാഷ് ബുക്കിൽ മാത്രമേ ആ തെറ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ എറർ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ്. സോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ലെഡ്ജേഴ്സും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we will have a journal entry to correct it. Have a J. Now we know one account which should be corrected. ആരെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? ട്രയൽ ബാലൻസിൽ വന്ന ക്യാഷിനെ കറക്റ്റ് ചെയ്യണം. ക്യാഷിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? ഡെബിറ്റിൽ 1000 വരാൻ പാടുള്ളായിരുന്നു, 10000 എക്സസ് ഡെബിറ്റ് കിടപ്പുണ്ട്. ആ എക്സസ് ഡെബിറ്റിനെ നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യും? അവിടെ പോയി തെറ്റ് ഇങ്ങനെ വെട്ടി തിരുത്തുകയാണ് ചെയ്യുന്നത്? അല്ല, ഡെബിറ്റ് കുറയാൻ ഈക്വൽ ഒരു ക്രെഡിറ്റ് കൊടുക്കും. വിച്ച് മീൻസ് യു വിൽ ക്രെഡിറ്റ് ക്യാഷ് ബൈ ഹൗ മച്ച് എമൗണ്ട്? 9000. 10000-ൽ നിന്ന് 1000-ലേക്ക് എത്തിക്കാൻ ഹൗ മച്ച് ഷുഡ് യു ക്രെഡിറ്റ് ഇറ്റ്? സോ ഈ ഒരു 9000 എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 9000 എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ക്യാഷ് 10000-ൽ നിന്ന് 1000-ആയി മാറും. ഇനി ഓപ്പോസിറ്റ് എന്ത് എഴുതും? വേറെ ഏത് ലെഡ്ജറിനാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ലെഡ്ജറിനും തെറ്റ് സംഭവിച്ചിട്ടില്ല അല്ലേ? ഒരൊറ്റ ലെഡ്ജറിന് തെറ്റ് സംഭവിച്ചില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. only one account is affected. So where will you post the rest of the journal entry? Now here you should think about what type of trial balance will you prepare. ഇങ്ങനെ 39000 30000 എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യും? ഇല്ല. We will prepare an adjusted trial balance. അതിനു വേണ്ടിയാണ് പറഞ്ഞത് ട്രയൽ ബാലൻസ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ആ കോൺസെപ്റ്റ് you will have to recollect. How did you say that a trial balance is adjusted? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും സെയിം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. സെയിം അല്ല എന്ന് മനസ്സിലാക്കിയാൽ ട്രയൽ ബാലൻസ് എപ്പോഴും പ്രസന്റ് ചെയ്യുമ്പോൾ ടാലി ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ മിസ്സിംഗ് ആയിട്ടുള്ള എമൗണ്ട് ടാലി ആക്കാൻ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, സസ്പെൻസ് അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ ആ സസ്പെൻസ് അക്കൗണ്ട് എങ്ങോട്ടേക്ക് ഇടും? ക്രെഡിറ്റ്, അതായത് കൂടി നിൽക്കുന്ന ബാലൻസിലേക്ക് മറ്റേ ബാലൻസിനെ എത്തിക്കാൻ നമ്മൾ എമൗണ്ട് ഇടും. ഒരിക്കലും ക്യാഷിലാണ് എറർ എന്ന് ഇപ്പം ഞാൻ ആദ്യമേ തന്നെ എറർ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻ പ്രാക്ടിക്കൽ ഓർ ഇൻ റിയൽ ലൈഫ് വിൽ യു നോ വെൻ യു പ്രിപ്പയറിംഗ് ഇറ്റ് സെൽഫ് ദാറ്റ് ക്യാഷ് തെറ്റാണെന്ന്? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ട്രയൽ ബാലൻസിന് മുന്നേ തെറ്റ് കണ്ടുപിടിച്ച് ഇതങ്ങോട്ട് കറക്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ അറിയുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഇത് ടാലി ആയില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ടാലി ആയില്ലെങ്കിൽ ടാലി ആക്കാൻ എന്ത് ചെയ്യണം? ഏത് ബാലൻസ് ആണ് കൂടി നിൽക്കുന്നത് അപ്പുറത്തെ ബാലൻസിനെയും, അതായത് ക്രെഡിറ്റ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ ഡെബിറ്റിലേക്ക് സസ്പെൻസ് എന്ന് പറഞ്ഞ് ആ മിസ്സിംഗ് ഫിഗർ എഴുതി ടാലി ആക്കാം. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റിൽ പോയി സസ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ 9000 കാണിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സസ്പെൻസ് 9000 ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്രെഡിറ്റും 39000. Yeah, so which means now my trial balance is tally. So this suspense account will come into play when a single account has an error and it is found out only after trial balance stage. So trial balance കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അക്കൗണ്ടിൽ മാത്രം എറർ ആണെങ്കിൽ you will use the help of an account called suspense account, which you would have opened while preparing this adjusted trial balance. Yeah. ഇനി ഈ ഒരു എൻട്രി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ക്യാഷിനെ അപ്പം ആദ്യമേ എൻട്രി എഴുതുമ്പോൾ ഫിക്സ് ചെയ്യേണ്ടത് ഏതാണ്? ഏത് അക്കൗണ്ടാണ് ശരിക്കും എറർ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ എററിൻ്റെ എഫക്റ്റ് കളയാൻ എന്ത് ചെയ്യാം? ഡെബിറ്റിലായിരുന്നു എറർ, അതിനെ കളയാൻ ക്രെഡിറ്റ് കൊണ്ട് ആ ഡിഫറൻസ് എഴുതണം. അപ്പോൾ ആ അക്കൗണ്ട് കറക്റ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അത് ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ, എന്ത് പോയി എഴുതിയാൽ മതി? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പോയി
എഴുതിയാൽ മതി. ഇനി സസ്പെൻസ് അക്കൗണ്ട് ഒരു ലെഡ്ജർ തന്നെയാണ് അല്ലേ, അതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഡോണ്ട് ഹാവ് എ തോട്ട് ഇൻ മൈൻഡ് ദാറ്റ് ഈ സസ്പെൻസ് അക്കൗണ്ട് അങ്ങനെ തന്നെ അപ്പോൾ ബുക്സിൽ നിൽക്കില്ലേ. It will not stick. The first step in all this entire error and the second stage, അതായത് ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ടാണ് എറർ നമ്മൾ റിയലൈസ് ചെയ്തു എന്നുള്ള സ്റ്റേജിലെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നടക്കുന്നത് എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് 9,000 കുറവുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ക്രെഡിറ്റിൽ കൊണ്ട് 9,000 സസ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ 9,000 ക്രെഡിറ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ ആ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ ബൈ ബാലൻസ് അങ്ങോട്ട് എഴുതുകയാണ്. ബൈ ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, സസ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. അതല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്. സസ്പെൻസ് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനൊരു ക്രെഡിറ്റ് ബാലൻസ് കൊടുക്കും. സോ ഞാനും ഇവിടെ അത് ചെയ്യുന്നു. ബൈ ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് 9,000 ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഇനി ഇതാണ് ആദ്യം സംഭവിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് മനസ്സിലായത് എറർ എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ പിന്നെ പോയി ചെക്ക് ചെയ്യും. പിന്നെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാ സബ്സിഡിയറി ബുക്സും ലെഡ്ജേഴ്സും നോക്കി കഴിഞ്ഞപ്പോഴാണ് വി റിയലൈസ് ദാറ്റ് ക്യാഷ് ബുക്കിലാണ് തെറ്റെന്ന് മനസ്സിലായി. ക്യാഷ് ബുക്കിലാണ് തെറ്റെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യും. ക്യാഷ് ബുക്കിന്റെ തെറ്റ് തിരുത്താനും ഈ എൻട്രി പാസ് ചെയ്യും. ക്യാഷ് ബുക്കിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ക്യാഷ് ബാലൻസ് 10,000-ൽ നിന്ന് മാറി 1,000-ആയി മാറും. ഓപ്പോസിറ്റ് ഞാൻ എങ്ങോട്ട് കൊണ്ടാണ് ഇട്ടത്, ഡെബിറ്റ് സസ്പെൻസിന് ചെയ്തു. അപ്പോൾ ഈ എൻട്രിയുടെ സസ്പെൻസ് അക്കൗണ്ടിലുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സസ്പെൻസ് അക്കൗണ്ടിന് എന്താണ് ഈ എൻട്രിയിൽ ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 9,000, അതായത് ആദ്യമേ എന്തോ ഒരു എറർ കാരണം 9,000 രൂപ സസ്പെൻസിൽ ഞാൻ വെച്ചു. പിന്നീട് ആ എറർ കണ്ടുപിടിച്ച് ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, എൻ്റെ സസ്പെൻസ് അക്കൗണ്ട് ബുക്സിൽ നിന്ന് ഇല്ലാണ്ടാവും. അപ്പോൾ ഇനി എനിക്ക് ആ ട്രയൽ ബാലൻസ് വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ക്യാഷിൽ 1,000 രൂപയെ കാണിക്കുള്ളൂ. ആ സസ്പെൻസ് ഇവിടുന്ന് പോകും. എൻ്റെ ടോട്ടലും എന്തായി മാറും, 30,000-ആയി മാറും. സോ സസ്പെൻസ് ഒരിക്കലും നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവില്ല. എറർ ട്രേസ് ചെയ്ത് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്ത സസ്പെൻസ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പൊക്കോളും. എന്നിട്ട് ആ എറർ ഫിക്സ് ആക്കും. സോ ഐ ഹോപ്പ് ഒരു സിംഗിൾ അക്കൗണ്ട് അഫക്റ്റ് ആവുന്ന എറർ ഇഫ് യു ഹാവ് റിയലൈസ്ഡ് ഇറ്റ് ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസും ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസും മനസ്സിലായി എന്നുള്ള കാര്യം. Now after trial balance എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനലൈസിങ് അക്കൗണ്ട്സ്, അതായത് ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കൂടി ഇത് ചെയ്യണം കേട്ടോ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സൈൻ ചെയ്ത് ITR ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതല്ല. അത് ഏത് കാറ്റഗറിയിൽ വരും, അത് നമ്മൾ സബ്സീക്വന്റ് ഫൈനാൻഷ്യൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ആഫ്റ്റർ ട്രയൽ ബാലൻസ് ഉള്ളത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബിഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ വേണമെങ്കിൽ, അതായത് ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ്. So the first type of error we have discussed. Now the second type of error, errors where two accounts of more are affected. So example what we have already discussed, wherein car purchase ചെയ്തു പക്ഷെ അത് എക്സ്പെൻസ് ആക്കി റെക്കോർഡ് ചെയ്തു. രണ്ട് അക്കൗണ്ട്സ് ആണ് എഫക്റ്റ് ആയിരിക്കുന്നത്, കാറും എക്സ്പെൻസും. അപ്പോൾ എന്താണ് തെറ്റ് സംഭവിച്ചത്, ഒരു കാറ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഏത് സ്റ്റേജിൽ ഈ ടൈപ്പ് എറേഴ്സിൽ രണ്ടിൽ കൂടുതൽ അക്കൗണ്ട് അഫക്റ്റ് ആവുന്നുണ്ടല്ലേ. രണ്ടിൽ കൂടുതൽ അക്കൗണ്ട് അഫക്റ്റ് ആവുന്ന എറേഴ്സിന് ബിഫോർ ട്രയൽ ബാലൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിലും ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലും രണ്ട് അക്കൗണ്ടുകളിൽ അല്ലെ അതിൽ കൂടുതൽ അക്കൗണ്ടുകളിൽ തെറ്റുകളുണ്ടല്ലേ. അപ്പോൾ രണ്ടിടത്തും നിങ്ങൾ
അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. സോ ഇൻഡയറക്ട്ലി ഇറ്റ് വിൽ ഹാവ് ആൻ എഫക്ട് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻ ബോത്ത് സ്റ്റേജസ്. ട്രയൽ ബാലൻസിന് മുന്നെയാണ് ഈ എറർ കണ്ടുപിടിക്കുന്നതെങ്കിലും ഏതൊക്കെ അക്കൗണ്ട്സ് അഫക്റ്റ് ആയിട്ടുണ്ട്? ഈ എക്സാമ്പിളിൽ കാർ അഫക്റ്റ് ആയിട്ടുണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് അഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം? കാറിനെയും കറക്റ്റ് ചെയ്യണം, എക്സ്പെൻസിനെയും കറക്റ്റ് ചെയ്യണം. അതിപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് കണ്ടുപിടിച്ചാലും അങ്ങനെ തന്നെ ചെയ്യണം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് തന്നെ ചെയ്യണം. സോ വിച്ച് മീൻസ് ഒരു അക്കൗണ്ട് അഫക്റ്റ് ആയിരിക്കുന്ന കേസിൽ മാത്രമാണ് ജേർണൽ എൻട്രി ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനും ജേർണൽ എൻട്രി വഴി റെക്ടിഫിക്കേഷൻ വരുന്ന ഒരു സെനാരിയോ. ഒന്നിൽ കൂടുതൽ, രണ്ടോ അതിൽ കൂടുതൽ അക്കൗണ്ട് അഫക്റ്റ് ആയിരിക്കുന്ന എറേഴ്സ് എപ്പോൾ വന്നാലും ഏത് സ്റ്റേജിൽ നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞാലും ഒരു ജേർണൽ എൻട്രി എഴുതാതെ നമ്മൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് അക്കൗണ്ടുകൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നിനെ ക്രെഡിറ്റ് ചെയ്തു, ഡെബിറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ എഫക്റ്റ് എന്തായാലും ഏത് സ്റ്റേജിലാണെങ്കിലും വരും. Therefore, you will have a journal entry in either of this type. എപ്പോൾ കണ്ടുപിടിച്ചാലും you will have a journal entry. So what will be the journal entry that you will have to use for rectifying? ട്രയൽ ബാലൻസിന് മുന്നേ ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. എന്താണ് നമ്മൾ തെറ്റ് ചെയ്തത്? എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു. അതിന് ചെയ്യാൻ പാടുണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ എക്സ്പെൻസിനെ ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു എക്സ്പെൻസ് അക്കൗണ്ട് 3 lakh. ഇനി ശരിക്കും ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? കാറിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. ഡെബിറ്റ് ചെയ്തോ? ഇല്ല. ഇനി എന്ത് ചെയ്യാം? ഇനി പോയി കാറിനെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ട്രയൽ ബാലൻസിലും പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിലേക്ക് കറക്റ്റ് ആയിട്ട് കാർ എന്ന് പറയുന്ന അക്കൗണ്ട് പോകും, എക്സ്പെൻസ് അക്കൗണ്ട് കുറഞ്ഞു വരുന്നു. ഇനി ട്രയൽ ബാലൻസിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ഈ രണ്ട് അക്കൗണ്ട്സ് തന്നെയാണ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്. അത് പക്ഷെ ഒരു പോയിന്റും കൂടെ ഓർക്കണം. ബട്ട് ബിഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, P&L ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണ് ആഫ്റ്റർ ട്രയൽ ബാലൻസ്. അപ്പോൾ അവിടെ ആണെങ്കിലും നമ്മൾ P&Lലേക്കും കൊണ്ടുപോയിട്ടില്ല, ബാലൻസ് ഷീറ്റിലേക്കും കൊണ്ടുപോയിട്ടില്ല. വെറുതെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾക്കൊരു പുതിയ ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വേറെ കാറിനെ പുതിയ അസറ്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവരികയും ഇല്ലാത്ത എക്സ്പെൻസിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആൻഡ് ബിഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും എക്സ്പെൻസ് അത്ര കാണുന്നുണ്ടോ? ഇല്ല. സോ ഡെബിറ്റ് ആണ് ഓൾറെഡി ചെയ്തത്. അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാറ് ഇതുവരെ ബുക്സിലേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ കാർ എന്ന് പറയുന്ന അസറ്റ് ബുക്സിലേക്ക് കൊണ്ടുവരാൻ യു വിൽ ഹാവ് ടു ഡെബിറ്റ്. സോ രണ്ട് അക്കൗണ്ട്സ് അഫക്റ്റ് ആവുന്ന എറേഴ്സ് വളരെ സിമ്പിൾ ആണ്. ഏത് കേസിലും നമ്മൾ പറയുന്ന ഈ രണ്ട് കേസിൽ ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസോ ഓർ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനലൈസിംഗ് അക്കൗണ്ട്സ്, ഏത് സ്റ്റേജ് ആണെങ്കിലും ഒരൊറ്റ എൻട്രി തന്നെ ആയിരിക്കും. തെറ്റ് തിരുത്താൻ എന്ത് ചെയ്യണം? ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം? അവരെ ബുക്സിലേക്ക് കൊണ്ടുവരെ. ഏതിനെ ഇല്ലാണ്ടാക്കണം? അതിനെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യുക എന്നല്ല, എപ്പോഴും ആ അക്കൗണ്ടിന്റെ നേച്ചർ നോക്കുക, അതിന്റെ നോർമലിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ്. ഇനി ഒരു സിംഗിൾ അക്കൗണ്ട് മാത്രം അഫക്റ്റ് ആവുന്ന എൻട്രീസിലാണ് ഒരു പ്രത്യേകത അല്ലെ നിങ്ങൾ ഓർത്ത് ഇരിക്കേണ്ടത്. ഒരു അക്കൗണ്ട് മാത്രം അഫക്റ്റ് ആവുന്ന എറർ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസുകൾ എഴുതുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ എവിടെയാണോ തെറ്റുള്ളത് ആ സബ്സിഡിയറി ബുക്കിൽ പോയി ആ തെറ്റ് തിരുത്തിക്കൊള്ളുക. എന്നിട്ട് അതിന്റെ റീസൺ എഴുതിയാൽ മതി. ഓവർ കാസ്റ്റിംഗ് ആണോ അണ്ടർ കാസ്റ്റിംഗ് ആണോ എന്ന് പറഞ്ഞ് ആ പേനയിൽ എഴുതി തെറ്റ് തിരുത്തിക്കൊള്ളുക. ഇനി ട്രയൽ ബാലൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ടോട്ടലി ടാലി ആവാതെ വന്നപ്പോഴാണ് മനസ്സിലായത് ഏതോ ഒരു അക്കൗണ്ട് എൻ്റെ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രയൽ ബാലൻസ് ടാലി ആവാഞ്ഞത് അല്ലേ. സോ ടാലി ആവാഞ്ഞതെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ ഒരു സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ലെഡ്ജറിന്റെ പോസ്റ്റ് 9,000 എഴുതും. എന്നിട്ട് നമ്മൾ ആ എറർ പോയി എല്ലാ ബുക്സും ചെക്ക് ചെയ്ത് എറർ കണ്ടുപിടിക്കും. എറർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ സിംഗിൾ അക്കൗണ്ട് എഫക്റ്റ് ആയിരിക്കുന്നത്. സോ ആ അക്കൗണ്ടിന്റെ എറർ എങ്ങനെ അതിന്റെ എഫക്റ്റിനെ ഇല്ലാണ്ടാക്കാം? ഡെബിറ്റ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കാം, ക്രെഡിറ്റ് ചെയ്യും. സോ ക്യാഷിനെ നമ്മൾ ഈ എക്സാമ്പിളിൽ ക്രെഡിറ്റ് ചെയ്തു. ഇതിന്റെ ഓപ്പോസിറ്റ് എങ്ങോട്ടേക്ക് പോകും? ഈ എറേഴ്സിൽ ഒറ്റ ഒരു അക്കൗണ്ടേ എഫക്റ്റ് ആയിട്ടുള്ളൂ. സോ ആ ടൈപ്പ് ഓഫ് എറേഴ്സിൽ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ആണ് നമ്മൾ എറർ റിയലൈസ് ചെയ്യുന്നെങ്കിൽ എല്ലാ എൻട്രിയുടെയും അഫക്റ്റ് ആയിരിക്കുന്ന അക്കൗണ്ട് എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റിൽ എന്ത് അക്കൗണ്ട് കാണും? സസ്പെൻസ് അക്കൗണ്ട്
അക്കൗണ്ട് കാണും. സോ ഈ റെക്ടിഫിക്കേഷൻ എൻട്രിയും കൂടെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് വഴി നമ്മൾ ഓപ്പൺ ചെയ്ത സസ്പെൻസും ക്ലോസ് ആയിക്കോളും. ഇവിടെ ബാലൻസ് എന്നല്ല എഴുതേണ്ടത്, ട്രയൽ ബാലൻസ്. ഓർ ടെക്സ്റ്റിൽ കുറച്ചും കൂടെ നല്ലൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്, അങ്ങനെ തന്നെ എഴുതിയാൽ. Or if you don't remember by difference in trial, at least trial balance എങ്കിലും എഴുതുക. But reason is ഇത് ഓപ്പൺ ആയതിന്റെ കാരണം ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് ആയിരുന്നു. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. എറേഴ്സ്, ഇനി ഈ എറേഴ്സ് ഒക്കെ ബേസിക് ഒരു ക്ലസ്റ്റർ കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചാണ് അല്ലേ. ഏത് എറർ എടുത്താലും ഒരു അക്കൗണ്ട് എഫക്റ്റ് ആവുന്ന എറേഴ്സ് ഉണ്ട്, രണ്ട് അക്കൗണ്ട് എഫക്റ്റ് ആവുന്ന എറേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, എറർ ഓഫ് പ്രിൻസിപ്പൽ. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, കാറ് അസറ്റിന് പകരം എക്സ്പെൻസ് ആക്കി, എത്ര അക്കൗണ്ട്സ് അഫക്റ്റ് ആയി? രണ്ട് അക്കൗണ്ട്സ് അഫക്റ്റ് ആയി. അപ്പോൾ ഏത് കാറ്റഗറിയിൽ വരും? ഇറ്റ് ഈസ് എ എറർ ഓഫ് പ്രിൻസിപ്പൽ ബട്ട് 2 accounts ആർ ഗെറ്റിംഗ് അഫക്റ്റഡ്. അപ്പോൾ ഈ രണ്ടാമത്തെ നമ്മളുടെ എക്സാമ്പിൾ, രണ്ടാമത്തെ ഈ പോയിന്റിനുള്ളിൽ എറർ ഓഫ് പ്രിൻസിപ്പൽ വരും. ഇനി അടുത്തത് എറർ ഓഫ് ഒമിഷൻ. കംപ്ലീറ്റ് ഒമിഷൻ ആണ്, രണ്ട് അക്കൗണ്ട് അഫക്റ്റ് ആയി, ഡെബിറ്റും മറന്നുപോയി ക്രെഡിറ്റും മറന്നുപോയി. ഏതൊക്കെ അക്കൗണ്ട്സ് അഫക്റ്റ്, എത്ര അക്കൗണ്ട്സ് അഫക്റ്റ് ആയി? രണ്ട് അക്കൗണ്ട്സ് അഫക്റ്റ് ആയി. ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് എക്സ്പ്ലനേഷനിൽ വരും? ഈ ഒരു എക്സാമ്പിൾ എക്സ്പ്ലനേഷനുള്ളിൽ വരും. പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ എന്ന് വെച്ചാൽ ഒരു ഡെബിറ്റ് നിങ്ങൾ എഴുതി അതിന്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് എഴുതാൻ വിട്ടുപോയി, അല്ലെ ക്രെഡിറ്റ് നിങ്ങൾ എഴുതി ഡെബിറ്റ് എഴുതാൻ വിട്ടുപോയി. അക്കൗണ്ടിന്റെ എത്ര അക്കൗണ്ട്സ് അഫക്റ്റ് ആയിട്ടുണ്ട്? ഒരേ ഒരു അക്കൗണ്ടേ അഫക്റ്റ് ആയിട്ടുള്ളൂ. സോ എറർ ഓഫ് ഒമിഷനിലെ പാർഷ്യൽ ഒമിഷൻ ഏത് കാറ്റഗറിയിൽ വരും? ടൈപ്പ്, ഒരൊറ്റ അക്കൗണ്ട് അഫക്റ്റ് ആവുന്ന എറേഴ്സ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വേണം നമ്മൾ നോക്കാൻ. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ എൻട്രി ഒന്നുമില്ല, നമ്മൾ ആ അക്കൗണ്ട് പോയി അല്ലെങ്കിൽ ബുക്ക് പോയി കറക്റ്റ് ചെയ്യും. ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ടാണെങ്കിലോ സസ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ആ റെക്ടിഫിക്കേഷൻ തിരുത്തും. സെയിം വേ എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എററിലും നമ്മൾ പറഞ്ഞു ഒരു ഡെബിറ്റ് വന്നിട്ടുണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ക്രെഡിറ്റിന്റെ സെയിം എമൗണ്ടിന്റെ എറർ വരുന്നുണ്ട്. എമൗണ്ട്സ് ടാലി ആയി പോകണം കേട്ടോ, അതിനെയാണ് കോമ്പൻസേറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. 100 രൂപ എക്സ്ട്രാ കൊടുത്താൽ എവിടെയെങ്കിലും 100 രൂപ കുറവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ എറർ നള്ളിഫൈ ആയി പോകുന്നു. ആ എറേഴ്സിലും രണ്ടോ അതിൽ കൂടുതൽ അക്കൗണ്ട്സോ അഫക്റ്റ് ആവുന്നുണ്ടായിരിക്കും. സോ ദാറ്റ് ഓൾസോ വിൽ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ 2 accounts getting affected. അങ്ങനെ എറർ ഓഫ് കമ്മീഷൻ, പോസ്റ്റിംഗ് ആ റോങ് എമൗണ്ട് ഓൺ വൺ അക്കൗണ്ട്, ഒരു അക്കൗണ്ടിലെ എമൗണ്ട് മാത്രം തെറ്റി എഴുതുന്നു. ഏത് കാറ്റഗറിയിൽ വരും? ഒരു സിംഗിൾ അക്കൗണ്ട് എഫക്റ്റ് ആവുന്നുള്ളൂ. റോങ് കാസ്റ്റിംഗ് ഓഫ് ആൻ അക്കൗണ്ട് ആൻഡ് റോങ് ബാലൻസിങ്, ഇത് രണ്ടും നമ്മൾ എടുത്ത എക്സാമ്പിൾ ആണ്. ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. എത്ര അക്കൗണ്ട് എഫക്റ്റ് ആവുന്നുള്ളൂ? ഒരൊറ്റ അക്കൗണ്ട് എഫക്റ്റ് ആവുന്നുള്ളൂ. റോങ് പോസ്റ്റിംഗ് ഓൺ റോങ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു റിപ്പയർസ് പെയ്ഡ് ത്രൂ ക്യാഷ് ആയിരുന്നു, റിപ്പയർസ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം ഡെബിറ്റ് സൈഡിൽ കൊണ്ട് എഴുതി. എത്ര അക്കൗണ്ട് എഫക്റ്റ് ആയിട്ടുള്ളൂ? സിംഗിൾ ക്യാഷ് അക്കൗണ്ട് മാത്രം. സോ ഇറ്റ് വിൽ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ വൺ അക്കൗണ്ട് വിച്ച് ഇസ് ഗെറ്റിംഗ് affected. Wrong amounts in subsidiary books. Wrong amounts in subsidiary books നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, പർച്ചേസ് അക്കൗണ്ടും അഫക്റ്റ് ആയി, ബാലാജി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ക്രെഡിറ്റേഴ്സും അഫക്റ്റ് ആയി. അപ്പോൾ രണ്ട് അക്കൗണ്ട് അഫക്റ്റ് ആവുന്നുണ്ട്. സോ ഇത് 2 accounts getting affected കാറ്റഗറിയിലും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച മേജർ കാറ്റഗറി ഓഫ് ഡിഫറെൻറ്റ് എറേഴ്സ്, എറർ ഓഫ് പ്രിൻസിപ്പൽ, ക്ലറിക്കൽ എറേഴ്സ് എല്ലാം തന്നെ എങ്ങനെ പ്രോബ്ലത്തിൽ വർക്ക്ഔട്ട് ചെയ്യാം എന്ന് പറയാനാണ് നമ്മൾ ഈ 2 ബ്ലാങ്കറ്റ് ഉണ്ടാക്കിയത്. ഒരു അക്കൗണ്ട് മാത്രം എഫക്റ്റ് ആവുന്ന എറർ, രണ്ട് അക്കൗണ്ട്സും അതിൽ കൂടുതൽ എഫക്റ്റ് ആവുന്ന എറേഴ്സ്. എല്ലാ എറേഴ്സും ക്ലറിക്കൽ എറേഴ്സ് ആവട്ടെ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ആവട്ടെ, ഈ കാറ്റഗറിക്കുള്ളിൽ നമ്മൾക്ക് അസൈൻ ചെയ്യാം. സോ ഈ റെക്ടിഫൈങ് എന്ന് പറഞ്ഞ് എഴുതിയ താഴോട്ട് തൊട്ട് എങ്ങനെ പ്രോബ്ലംസ് വന്നാൽ പെട്ടെന്ന് ചെയ്യാം, അതിനു വേണ്ടിയാണ് പറയുന്നത്. സോ ഇല്ലസ്ട്രേഷൻ നമ്പർ 2. The following errors were found in the books of Ram Prasad and Sons. Give the necessary entries to correct them. ഇനി നെസസറി ജേർണൽ എൻട്രീസ്. ജേർണൽ എൻട്രി എന്നാണ് നമ്മൾ പറഞ്ഞു, ജേർണൽസിന് പറയുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ട് എൻട്രീസ് എന്ന് പറഞ്ഞിരിക്കും. സോ ഹൗ ഡു യു ഐഡൻറ്റിഫൈ വെദർ ദ ക്വസ്റ്റ്യൻ റിലേറ്റ്സ് ടു ബിഫോർ ട്രയൽ ബാലൻസിന് മുൻപാണോ അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിന് ശേഷം, ബിഫോർ ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് പീരീഡ് എന്നൊക്കെ ഉള്ളത് എങ്ങനെ മനസ്സിലാവും? സബ്സീക്വൻറ്റ് പീരീഡ് ഒക്കെ സ്പെസിഫിക്കലി ക്വസ്റ്റ്യനിൽ കാണും.
പക്ഷെ ഇത് രണ്ടും തമ്മിൽ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയുന്നില്ല ട്രയൽ ബാലൻസ് സ്റ്റേജിന് മുൻപാണോ അല്ലയോ എന്നുള്ളത് നോക്കുക. എന്ന് പറയുന്നില്ലെങ്കിൽ ഹൗ ഡു യു ട്രീറ്റ് ആൻ എറർ? സോ ഇഫ് യു സീ ജേർണൽ എൻട്രീസ് എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് എറർ ആണെങ്കിലും ട്രയൽ ബാലൻസിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോയാൽ, റെക്ടിഫിക്കേഷൻ എൻട്രിക്ക് പോയാൽ എന്തായാലും ജേർണൽ എൻട്രി എഴുതാതെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഏത് സസ്പെൻസ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ജേർണൽ എൻട്രി ഉപയോഗിച്ച് എറർ കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഏത് എറർ ആണെങ്കിലും ട്രയൽ ബാലൻസിന് ശേഷമാണ്. ഇനി ട്രയൽ ബാലൻസിന് മുന്നെയോ എറർ ജേർണൽ എൻട്രി വഴി കറക്റ്റ് ചെയ്യുന്നത് only when രണ്ട് അക്കൗണ്ട്സും അതിൽ കൂടുതൽ അഫക്റ്റ് ആവുകയാണ്. സിംഗിൾ ഒരു അക്കൗണ്ട് മാത്രമാണ് അഫക്റ്റ് ആവുന്നതെങ്കിൽ ഒരിക്കലും ജേർണൽ എൻട്രിയുടെ ആവശ്യമില്ല. ആ പെർട്ടിക്കുലർ സബ്സിഡിയറി ബുക്ക് പോയി കറക്റ്റ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പീരിയഡ് പറയുന്നില്ലെങ്കിലും ഇപ്പോൾ എടുത്ത ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഗിവ് നെസസറി എൻട്രീസ്. അതായത് തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ജേർണൽ എൻട്രീസ് ഉപയോഗിക്കണം. ജേർണൽ എൻട്രീസ് ഏത് ടൈപ്പ് ഓഫ് എറർ, ഒരു സിംഗിൾ അക്കൗണ്ട് വരുന്നതായിക്കോട്ടെ രണ്ടിൽ കൂടുതലായിക്കോട്ടെ, ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഏത് എറർ വന്നാലും ആഫ്റ്റർ ട്രയൽ ബാലൻസ് സ്റ്റേജ്. സോ ക്വസ്റ്റ്യൻ ഈവൻ ദോ ഇറ്റ് ഇസ് സൈലന്റ്, ജേർണൽ എൻട്രീസ് വഴി കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും എറർ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് സ്റ്റേജ് ആണ്. Yeah, now I'll just quickly go to question number 1. ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കാണിച്ചേക്കാം. Question number 1 എന്ന് നോക്കിക്കേ. Sorry, illustration number 1 from your textbook. How would you rectify the following errors? Yeah, so here it is giving an indication the journal entries തന്നെ വേണം കറക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എൻട്രീസ് എന്നോ ജേർണൽ എൻട്രീസ് എന്നോ ഒന്നും പറയുന്നില്ല. താഴെ തന്നിരിക്കുന്ന എറേഴ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. So which means this could either be a situation wherein journal entries are not required to correct the error or journal entries വേണം. അപ്പോൾ rectify എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി എ സിറ്റുവേഷൻ wherein ബിഫോർ ട്രയൽ ബാലൻസിൽ നോ എൻട്രി, ആ ഒരു സ്റ്റേജിലായിരിക്കും ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രീസ് വഴി റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സിറ്റുവേഷൻ ഇസ് എറർ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് സ്റ്റേജ്. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. അപ്പോൾ എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരരുത്. നമുക്ക് ആ ഹെഡിങ്സ് ഒന്നും ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ലെങ്കിൽ. So anyway, let us go back to illustration number 2. So give journal entries to correct them. So which means we are at a stage wherein trial balance prepare chedu adu kayinittu correct cheyanam. First error, 500 paid for furniture purchased has been charged to ordinary purchases account. Yeah. So illustration number 2. So when you are answering, നമ്മളോട് ആൻസർ ചോദിച്ചിരിക്കുന്ന ആ കറക്ഷൻ എൻട്രി മാത്രമാണ്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നവർക്കും ഇതൊന്ന് ധറവാകാനും we will write all the entries. അതായത് കറക്റ്റ് ശരിക്കും വരേണ്ട എൻട്രി എന്തായിരുന്നു, wrong entry and also rectification entry. സോ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് മാത്രം കാണിക്കാനാണ്. പക്ഷെ ഡയറക്റ്റ്ലി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ജേർണൽ എൻട്രി കറക്റ്റ് ചെയ്തത് റെക്ടിഫിക്കേഷൻ വഴി എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് ഡയറക്റ്റ്ലി ചോദിച്ചാൽ ഡെബിറ്റും ക്രെഡിറ്റും പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെന്ന് വരും. അത് കുറേ നാൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ്. സോ അത് ഒന്ന് ആവുന്നിടം വരെ വി വിൽ ട്രൈ ടു ഡു ഇറ്റ് വെരി സ്ലോ ആൻഡ് പേസ്ഡ് മാനർ. വേറെ കറക്റ്റ് എൻട്രി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയാം, എന്നിട്ട് വി വിൽ കറക്റ്റ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് 500 paid for furniture has been charged to ordinary bill. അപ്പോൾ ശരിക്കുമുള്ള എൻട്രി എന്തായിരുന്നു? ഫർണിച്ചർ വാങ്ങിക്കാൻ 500 രൂപ കൊടുത്തു. അപ്പോൾ കറക്റ്റ് എൻട്രി ഷുഡ് ഹാവ് ബീൻ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അസറ്റ് കൂടി അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി പെയ്ഡ് എന്നാണ് പറഞ്ഞത്, സോ ഞാൻ ക്യാഷ് ആയിട്ട് അങ്ങനെ അസ്യൂം ചെയ്തു. ക്യാഷ്
500. ഇതാണ് ശരിക്കും ട്രാൻസാക്ഷനിൽ റെക്കോർഡ് ചെയ്യേണ്ടിയിരുന്നത്, നടന്നത്. ഇനി എന്താണ് നമ്മൾ തെറ്റ് ചെയ്തത്? ഫർണിച്ചറിന് പകരം വി ചാർജ് ഇറ്റ് ടു ഓർഡിനറി പർച്ചേസസ്. അതായത് സാധനങ്ങൾ, ട്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ ഈ ഫർണിച്ചറിനെ നമ്മൾ ട്രീറ്റ് ചെയ്തു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ് നമ്മൾ ശരി റെക്കോർഡ് ചെയ്ത് എൻട്രി. അതായത് തെറ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, 500. So now tell me, how will you rectify the error? Now rectify the error rectify ചെയ്യണമെങ്കിൽ ആദ്യം തീരുമാനിക്കണം എത്ര അക്കൗണ്ട്സ് അഫക്റ്റ് ആയിട്ടുണ്ട്. ക്യാഷ് രണ്ട് കേസിലും ശരിയായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലും തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തപ്പോഴും ക്യാഷിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. തെറ്റിയിരിക്കുന്നത് ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്തു. അപ്പൊ രണ്ട് അക്കൗണ്ട്സ് അഫക്റ്റ് ആയിരുന്നു, വിച്ച് മീൻസ് ജേർണൽ എൻട്രി വേണം. ഇനി എപ്പോഴുള്ളതാണ് അത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു. ആഫ്റ്റർ ട്രയൽ ബാലൻസ് ഒരു പൊസിഷനാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ബിക്കോസ് ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്ത് റെക്ടിഫിക്കേഷൻ വരുത്തണമെന്നാണ് പറഞ്ഞത്. സോ therefore you are going to use or be in this category. ഏതാണ് കാറ്റഗറി? ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണ്. ആൻഡ് ദിസ് കേസ് വേർ രണ്ട് അക്കൗണ്ട്സ് അഫക്റ്റ് ആവും. അപ്പൊ സസ്പെൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വരുമോ? ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ സസ്പെൻസ് വന്നേനെ ഇഫ് ഒരു അക്കൗണ്ട് മാത്രം അഫക്റ്റ് ആവുന്ന ഒരു എററാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് അക്കൗണ്ട് അഫക്റ്റ് ആവുന്ന എറർ ആയത് കാരണം സസ്പെൻസിന് യാതൊരു പ്രസക്തിയുമില്ല ഈ എൻട്രി. സോ എൻട്രി എന്താണ്? റെക്ടിഫിക്കേഷൻ എൻട്രി എന്തായിരുന്നു ശരിക്കും ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുക. നൗ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 500 and purchases shouldn't have been debited at all. So how will you eliminate the effect of this error? By giving the opposite effect. Debit ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ്. By to purchases account 500. And you can write, ഇതാണ് മെയിൻ ആൻസർ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന മെയിൻ ആൻസർ ഇതാണ്. സോ യു ക്യാൻ റൈറ്റ് ബീയിങ് റെക്ടിഫിക്കേഷൻ എൻട്രി പാസ്റ്റ്. അത് ഫുൾ ഡീറ്റെയിൽ പിന്നെയും ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണമെന്നില്ല, വളരെ ഷോർട്ടായിട്ട് റെക്ടിഫിക്കേഷൻ എൻട്രി പാസ്റ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ബുക്സിൽ ശരിക്കും നടന്നിട്ടുണ്ടാവുക എന്താണ്? ഈ കറക്റ്റ് എൻട്രിയുടെ ഈ ഒരു ഭാഗം നിങ്ങൾ ആലോചിക്കുക വേണ്ട. ദിസ് ഇസ് നോട്ട് what has happened in books. ഇത് ശരിക്കും ചെയ്യേണ്ടിയിരുന്ന ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ബുക്സിൽ ശരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് നടന്ന ദിവസം ഈ എൻട്രിയാണ്. പിന്നീട് എന്നോ നമ്മളിത് റിയലൈസ് ചെയ്തപ്പോൾ നമ്മൾ ഈ കറക്ഷൻ എൻട്രി റെക്കോർഡ് ചെയ്യും. The next entry or next error, repairs made were debited to building account for 50. സോറി, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ ഒരു സ്വിച്ച് ബോർഡ് മാറ്റാൻ നമ്മൾ 300 രൂപ ലേബർ ചാർജും കൂടെ കൂട്ടി കൊടുത്തു. അതേപോലത്തെ ഒരു എക്സാമ്പിളാണ്. ബിൽഡിങ്ങിലേക്ക് ഒരു ചെറിയ റിപ്പയർസിന്റെ ആവശ്യം വരും, 50 രൂപ അതിന് ചിലവാകും. അത് നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു അസറ്റാണ്. ഒരു അസറ്റിലേക്ക് അത് വാങ്ങിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴാണ് ഡെബിറ്റ് വീണ്ടും വരാതെ, അതായത് പിന്നീട് എപ്പോഴാണ് അത് വീണ്ടും കൂടുന്നത് പോലെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഒന്നെങ്കിൽ ആ അസറ്റ് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യും. ഉള്ള അസറ്റിൽ തന്നെ വീണ്ടും അഡീഷൻസ് വരുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസിൽ മാത്രമാണ്? ഈ അഡീഷണൽ എക്സ്പെൻസ് നമ്മൾ ഇൻകർ ചെയ്യുന്ന വഴി ആ അസറ്റിന് എന്തെങ്കിലും വാല്യൂവിൽ ഇൻക്രിമെന്റ് വന്നു, അതുകൊണ്ടുള്ള യൂസേജിന് എന്തെങ്കിലും മാറ്റം വന്നു. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഏതോ ഒരു ക്ലാസ്സിൽ, ഐ തിങ്ക് ലെക്ചർ ആണ്, ട്രയൽ ബാലൻസ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ which class did we discuss an example where നമ്മളുടെ വീട്ടിലെ വർക്ക് ഏരിയ ഇടിഞ്ഞു പോയ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. വർക്ക് ഏരിയ ഇടിഞ്ഞ് എന്തോ മരം വീണ് നാച്ചുറൽ കലാമിറ്റി കാരണം ഇടിഞ്ഞു പോയി. അപ്പം നമ്മൾ അതിനെ റീകൺസ്ട്രക്ട് ചെയ്തു. ബിൽഡിംഗ് ഉണ്ടാക്കിയത് 10 വർഷം മുന്നെയാണ്, ഇപ്രാവശ്യത്തെ മഴയ്ക്കാണത് തകർന്നത്. അപ്പം നമ്മൾ വീണ്ടും ആ വർക്ക് ഏരിയ പുതുക്കി പണിതു. അതിന് നമുക്കൊരു 1 ലക്ഷം 2 ലക്ഷം ആയി വെക്കാം. Is it a repairs?
ഇറ്റ്സ് ഇൻ ദ നേച്ചർ ഓഫ് എ റിപ്പയർ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ആ ബിൽഡിംഗ് നമ്മൾക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ആ മുറി യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ചെലവ് നമ്മൾ ഇൻകർ ചെയ്തേ പറ്റൂ അല്ലേ. അപ്പോൾ therefore ആ ബിൽഡിംഗ് പഴയ സ്ഥിതിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗ രീതിയിലേക്ക് അതിനെ എത്തിക്കാനോ, അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തി for us to use, we should incur that expense of 1.5 or 2 lakh of reconstructing back that work area. Then that repairs, that payment of 1 lakh or 2 lakh is an addition to the already existing asset account. അല്ലാതെ നമ്മൾ വീട്ടിൽ വെറുതെ ഇതേപോലെ ഒരു സ്വിച്ച് ബോർഡ് മാറ്റേണ്ടി വന്നു 50 രൂപ, അല്ലെങ്കിൽ പെയിന്റ് എവിടെയെങ്കിലും ഇളകി പോയിട്ട് നമ്മൾ തന്നെ കുറച്ച് പെയിന്റ് വാങ്ങിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു, അതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ആ അസറ്റിന്റെ മൂല്യം എന്ന് വെച്ചാൽ എസ്തെറ്റിക് ബ്യൂട്ടി കൂട്ടുകയായിരിക്കും. ബട്ട് ദ യൂസേജ് ഓഫ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് മച്ച്. യു ഹാവ് പെയിന്റഡ് യുവർ റൂം ഓൾറെഡി വൈറ്റ് ആയിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് താല്പര്യം തോന്നി ലൈറ്റ് ബ്ലൂവോ സ്കൈ ബ്ലൂവോ പിങ്കോ നിങ്ങൾ അടിച്ചു. സ്റ്റിൽ you have made an expense or incurred an expense on paint and labor charge ഒക്കെ ഇൻകർ ചെയ്താണ്. പക്ഷെ ആ പെയിന്റ് പിങ്കോ ബ്ലൂ അടിച്ചത് കൊണ്ട് നിങ്ങളുടെ യൂസേജ് ഓഫ് റൂം മാറുന്നുണ്ടോ? ദാറ്റ് സ്റ്റിൽ യുവർ ബെഡ്റൂം or that's still your room. Yeah, so such expenses which are not going to provide any value addition to the asset as such will never be added to the asset value. It will be treated as a normal expense. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു റിപ്പയർ 50 രൂപയുടെ ഒരു റിപ്പയർ ഒരു ബിൽഡിങ്ങിന് വേണ്ടി നടത്തി. ആ 50 രൂപ ഞാൻ ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. അതായത് ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചത്. പക്ഷേ ഈ 50 രൂപയുടെ റിപ്പയർ നടത്തിയത് കാരണം ആ ബിൽഡിങ്ങിന്റെ യൂസേജിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇനി തൊട്ട് അത് വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. ദാറ്റ്സ് എ വെരി meager amount that we have spent for a building. So which means this is an expense which had to be debited as expense, but instead we showed it as an asset increment or value addition. So therefore the actual entry should have been repairs account debit. Expense ആണ്, expense നെ debit ചെയ്യണം. repairs account debit to 50 രൂപ പേ ചെയ്താണ്, സോ ക്യാഷ് ആയിട്ട് പേ ചെയ്യും. ഇതായിരുന്നു വരേണ്ട എൻട്രി. പക്ഷെ നമ്മൾ ചെയ്തതോ ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് 50 രൂപ കാണിച്ചു, ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണിച്ചു. സോ അസറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ്. ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെ മോഡേൺ അപ്രോച്ച് വഴിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജേർണൽ എൻട്രി വീണ്ടും എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആ കോൺസെപ്റ്റ് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ദാറ്റ് വിൽ ബി കൈൻഡ് ഓഫ് എ റെപ്പറ്റേഷൻ. യു വിൽ ഹാവ് ടു റിമെമ്പർ ഇൻ മൈൻഡ്. ഓക്കെ, ബിൽഡിംഗ് ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അസറ്റ് ആയിട്ടാണ് നമ്മൾ 50 രൂപേനെ ട്രീറ്റ് ചെയ്തത്. അസറ്റിന് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഇൻക്രീസിന് അഗൈൻ ഡെബിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. സോ ആ ലോജിക് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് നമ്മൾ ചെയ്തത്. ഇനി എൻട്രി നോക്കുക. ക്യാഷിന്റെ എഫക്റ്റ് രണ്ട് കേസിലും ഒരേപോലെ, അതായത് തെറ്റായിട്ട് ചെയ്ത എൻട്രിയിലും ശരിക്കും ചെയ്യേണ്ടിയിരുന്ന എൻട്രിയിലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ക്യാഷിൽ ഒരു എഫക്റ്റും വന്നിട്ടില്ല. റിപ്പയർസിനെ ഡെബിറ്റ് ചെയ്യാനായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ ഒരു അക്കൗണ്ട് അവിടെ എഫക്റ്റ് ആയി. രണ്ടാമത്തേത് ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് അക്കൗണ്ട്സ് അഫക്റ്റ് ആയിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ജേർണൽ എൻട്രി നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഇത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് സ്റ്റേജ് ആണ്. സോ സസ്പെൻസ് വരുമോ? സസ്പെൻസ് വരണമെങ്കിൽ അഫക്റ്റ് ആയിരിക്കുന്ന ഒരു എറർ സിംഗിൾ അക്കൗണ്ടിനെ മാത്രം അഫക്റ്റ് ആയിരിക്കുന്നതായിരിക്കും. എഫക്റ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും എഴുതാൻ മിസ്സായത് മാത്രമല്ല, തെറ്റ് റെക്കോർഡ് ചെയ്തതും ഇസ് എൻ എഫക്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ലെഡ്ജർ. സോ all accounts that get affected will be considered while taking the count. So ഇവിടെ repairs എന്ന് പറയുന്ന ലെഡ്ജറും അഫക്റ്റ് ആയി, ബിക്കോസ് ഡെബിറ്റ് വരാനുണ്ടായിരുന്നത് വന്നില്ല. രണ്ടാമത്തെ അക്കൗണ്ട് അഫക്റ്റ് ആയിരിക്കുന്ന ബിൽഡിംഗ്, it shouldn't have been debited, it is unknowingly debited. So two accounts get affected. So how do you correct it? Repairs should have been actually debited, so debit it now. Repairs account debit 50. ബിൽഡിംഗ് ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഓൾറെഡി ചെയ്തു പോയി. എങ്ങനെ കറക്റ്റ് ചെയ്യും? അതിനെ ക്രെഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. അഗൈൻ നറേഷൻ എഴുതിക്കൊള്ളുക. ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് റൈറ്റ് നൗ. പക്ഷേ എക്സാമിനും അല്ല നിങ്ങളുടെ നോട്ടിൽ എഴുതുമ്പോൾ വീണ്ടും ആ നറേഷൻ റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. ബിക്കോസ് ജേർണൽ എൻട്രീസ് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നറേഷനും അവർ പ്രസന്റേഷൻ നോക്കാൻ നേരത്ത് നോക്കും, ആൻഡ് മാർക്ക് തരാൻ നേരത്ത് that will be taken into consideration. The next question, next error.
An amount of 100 withdrawn by the proprietor for his personal use has been debited to trade expenses account. Now, what is this expense? Expense alla, what is this error? Proprietor. ഞാൻ ലാസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബിസിനസ് പല രീതിയിൽ പല ടൈപ്പിൽ നമുക്ക് തുടങ്ങാം. പാർട്ട്ണർഷിപ്പോ പ്രൊപ്രൈറ്റർഷിപ്പോ ബിസിനസ് കമ്പനിയൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്, അതായത് ഒരു ആൾ തനിയെ ഓണറായിട്ട് തനിയെ നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ച്. അങ്ങനെയുള്ള ഫേമിൻ്റെ പേര് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സും ആ ഓണറിനെ നമ്മൾ വിളിക്കുന്ന പേരുമാണ് പ്രൊപ്രൈറ്റർ. സോ ഈ പ്രൊപ്രൈറ്റർ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് 100 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്തായിട്ട് നമ്മൾ കണക്കാക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. We should treat it as a drawings. When he brings in cash to run business, it is a capital brought into business. അയാൾ കൊണ്ടുവരുമ്പോൾ അതിനെ ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി അതിൽ നിന്ന് അയാൾ കൊണ്ടുവന്ന കുറേ കാശുകളിൽ നിന്ന് അയാൾ തിരിച്ചെടുത്തുകൊണ്ട് പോയാൽ വിഡ്രോ ചെയ്താൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി then it will be termed as a drawings. Yeah? So ഇവിടെ അയാൾ വിഡ്രോ ചെയ്തിരിക്കുന്നതാണ്, അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് ആയിരുന്നു ചെയ്തിരിക്കുന്നത്, അതാണ് അതിൻ്റെ നോർമൽ ബാലൻസ്. ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വെൻ ദ ബിസിനസ് ഷട്ട്സ് ഡൗൺ, എല്ലാ കടങ്ങളും വീട്ടി കഴിഞ്ഞാൽ ബാക്കി ആ ബിസിനസ് ആർക്ക് പൈസ കൊടുത്ത് വിടണം? അതായത് ബിസിനസ്സും ബിസിനസ്സുകാരനും ഒരാൾ തന്നെയാണ്, പക്ഷെ ആ ബിസിനസ്സിന്റെ പേരിൽ നിന്ന് അയാളുടെ പേര് സ്വന്തം ആയിട്ടുള്ള പേരിലേക്ക് ആ ബിസിനസ്സിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ തിരികെ കൊടുക്കും. സോ ക്യാപിറ്റൽ ഓൾസോ ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. സോ ഡ്രോയിങ്സിന് ഡെബിറ്റ് ചെയ്യാൻ ക്യാഷ് വഴിയായിരിക്കും വിഡ്രോവൽ നടന്നത്, പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു? ട്രേഡ് എക്സ്പെൻസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്നുള്ളത്. സോ ഒറിജിനൽ കറക്റ്റ് എൻട്രി ഷുഡ് ഹാവ് ബീൻ ഡ്രോയിങ്സ് ആയിട്ട് എടുത്തുകൊണ്ട് പോയത്. സോ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു 100. ഇത് നമ്മൾ ക്യാഷ് ബാങ്ക് ഒന്നും പറയാത്ത കാരണം വി ആർ അസ്യൂമിങ് ഇറ്റ് ടു ബി ക്യാഷ് വിഡ്രോവൽ. ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? ഇതിനെ ട്രേഡ് എക്സ്പെൻസ്, അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ചെലവാക്കിയതും ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. സോ ട്രേഡ് എക്സ്പെൻസസ് 100 ആയിട്ട് കാണിച്ചു, ക്യാഷിൽ നിന്ന് പോയി 100 തന്നെ. സോ ഇവിടെയും നോക്കിയാൽ അറിയാം ക്യാഷ് അക്കൗണ്ടിന് ഒരു എഫക്റ്റും വന്നിട്ടില്ല. എന്നാൽ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്ന ഡ്രോയിങ്സിനെ ഡെബിറ്റും ചെയ്തിട്ടില്ല, ട്രേഡ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഡെബിറ്റ് ചെയ്തു. സോ അഗൈൻ two accounts get affected. What will be the rectification entry? ഡ്രോയിങ്സിനെ ഇനി നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് 100. ട്രേഡ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുത്ത് ഈ എററിൻ്റെ എഫക്റ്റ് നമ്മളത് കുറയ്ക്കണം. ടു ട്രേഡ് എക്സ്പെൻസസ് 100. Fourth error, 100 paid for rent debited to landlord's account. റെന്റ് കൊടുക്കാനിരുന്ന റെന്റിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ലാൻഡ് ലോർഡിന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് കറക്റ്റ് എൻട്രി? റെന്റ് പേ ചെയ്യുമ്പോൾ റെന്റ് എക്സ്പെൻസ് ആണ്, അതിനെ ഡെബിറ്റ് ചെയ്യാം. സോ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് എത്രയായിരുന്നു എമൗണ്ട് കൊടുത്തത്? 100 രൂപ. 100 രൂപയായിരുന്നു റെന്റ്. അതിനെ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് പൈസ കൊടുത്തത്. പക്ഷെ ഇതിന് പകരം നമ്മൾ കാണിച്ചതോ ലാൻഡ് ലോർഡിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് തുറന്നായിരിക്കാം, അയാളുടെ പേര് നമ്മൾ കാണിച്ചു. ലാൻഡ് ലോർഡ്സ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് ഞാനിപ്പോൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അങ്ങനെ കാണാം. ഈ പേഴ്സണൽ അക്കൗണ്ടിന് വിഷയം മറ്റൊന്നുമില്ല, അയാളുടെ പേര് ഇപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മുറിയുടെ ഉടമസ്ഥന്റെ പേര് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പേര് നമ്മൾ എഴുതിയത്. ഇവിടെ നമുക്ക് പേര് അറിയാത്ത കാരണം ലാൻഡ് ലോർഡ്സ് പേഴ്സണൽ അക്കൗണ്ട്, മീനിങ് ടു സേ ദാറ്റ് അയാളുടെ ഇൻഡിവിജ്വൽ പേരിലുള്ള അക്കൗണ്ട്. സോ ലാൻഡ് ലോർഡ്സ് പേഴ്സണൽ അക്കൗണ്ട് 100 ടു ക്യാഷ് എന്ന് പറഞ്ഞാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ചെലവായിട്ട് കാണിച്ചില്ല. ഇതിപ്പോൾ ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട് ആണ്, അല്ല ഒരാളുടെ പേരാണ്.
ലാൻഡ് ലോർഡ്സ് പേഴ്സണൽ അക്കൗണ്ട് അയാൾക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന കടം തിരിച്ചു കൊടുത്തതുപോലെ ഇത് തോന്നുകയുള്ളൂ. ഒരിക്കലും ഒരു ചെലവ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു, ഒരു എക്സ്പെൻസ് കാണിച്ചിട്ടില്ല. സോ ദാറ്റ് ഇസ് എറർ ദാറ്റ് ഇസ് കമ്മിറ്റഡ് ഹിയർ. ഹിയർ ഓൾസോ റെന്റ് അക്കൗണ്ട് അഫക്റ്റ് ആയിട്ടുണ്ട്, ലാൻഡ് ലോർഡ്സ് പേഴ്സണൽ അക്കൗണ്ട് അഫക്റ്റ് ആയിട്ടുണ്ട്. സോ റെക്ടിഫിക്കേഷൻ എൻട്രി വിൽ ബി ഡെബിറ്റ് ചെയ്യേണ്ട റെന്റിനെ ഇപ്പോൾ ഡെബിറ്റ് ചെയ്യുക. റെന്റ് അക്കൗണ്ട് 100 ടു landlord's personal account 100. The next error, salary 125 paid to a clerk due to him has been debited to his personal account. അതായത് അയാൾക്ക് നമ്മൾ സാലറി കൊടുക്കണമായിരുന്നു, സാലറി എൻ്റെ ചെലവാണ്, അത് അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ളതിന് പകരം ആ ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അയാളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഞാൻ ഡെബിറ്റ് ചെയ്തു. സോ കറക്റ്റ് എൻട്രി സിമിലർ ടു ഈ റെന്റ് പോലെ തന്നെ, ഇവിടെ റെന്റ് ആണ്, ഇവിടെ സാലറി ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യേണ്ടിയിരുന്നത് സാലറി അക്കൗണ്ട് ഡെബിറ്റ് 125 ടു ക്യാഷ് ആണ്. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തതോ ക്ലർക്കിന്റെ പേര് അറിയാമെങ്കിൽ അയാളുടെ പേര് നമ്മൾ എഴുതിയാണ്. ഇപ്പം അറിയാൻ മേലാത്ത കാരണം നമ്മൾ അയാളുടെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. പേഴ്സണൽ അക്കൗണ്ട് 125 ടു ക്യാഷ്. So what is the rectification entry? You should book the expense of salary. So salary ne debit cheyuka 125 and തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. $100 received from Shah and Company has been wrongly entered as from Shaw and Company. അതായത് ഷാ ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് 100 രൂപ കിട്ടി, അതിന് പകരം വേറൊരാളുടെ നിന്ന് കിട്ടിയതായിട്ട് നമ്മൾ തെറ്റായിട്ട് എഴുതി. സോ എൻട്രി എന്താണ്? ക്യാഷ് കിട്ടിയതാണ് അല്ലേ. സോ കറക്റ്റ് എൻട്രി ഇവിടെ ബി ക്യാഷ് കിട്ടിയപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം 100 രൂപ. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? ഷാ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്നാണ് 100 rupees റിസീവ്. This should have been the correct entry, but how did we record it? We wrongly entered as received from Shaw. അതായത് ക്യാഷ് കിട്ടിയത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു, പക്ഷെ ആരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ എഴുതിയ പേര് മാറിപ്പോയി. ഷാ ആൻഡ് ഷോ പേരുകൾ ഓൾമോസ്റ്റ് സിമിലർ ആയത് കാരണം വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും. സോ എന്താണ് സംഭവിച്ചത്? ക്യാഷ് കിട്ടിയതിന്റെ എഫക്റ്റ് കറക്റ്റ്ലി ക്യാഷ് ബുക്കിൽ വന്നു, പക്ഷെ ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്ന ആള് അയാളുടെ ഒരു റിസീവബിൾ ആയിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷാ ആൻഡ് കമ്പനി പൈസ തന്ന് അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരം പൈസ തരാതിരുന്ന മറ്റൊരാളുടെ പേരിൽ നിന്ന് കിട്ടിയതായിട്ട് എഴുതുകയും ചെയ്തു. ഷാ ആൻഡ് കമ്പനിയുടെ അക്കൗണ്ട് ഇപ്പോഴും 100 രൂപ കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഷാ ആൻഡ് കമ്പനിയോട് ഈ തെറ്റ് സംഭവിച്ചത് കാരണം ചെന്ന് ചോദിക്കാൻ പറ്റുമോ പൈസ തരാൻ? ഇല്ല, അവർ പറയും ഞാൻ ഓൾറെഡി 100 rupees തന്നു കഴിഞ്ഞു. വിച്ച് മീൻസ് 2 accounts have got affected. ഷാ ആൻഡ് കമ്പനിയെ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല. ഷോ ആൻഡ് കമ്പനിയെ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ക്രെഡിറ്റ് ചെയ്തു. സോ ഷോ ആൻഡ് കമ്പനിയെ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യും? അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. ഷോ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ്. സോ അവർക്കൊരു ക്രെഡിറ്റ് വന്നു, റെക്ടിഫിക്കേഷനിൽ ഒരു ഡെബിറ്റ് വന്നപ്പോൾ ഇത് നെറ്റ് ഓഫ് ആയി. ഇനി ഷാ ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയത് കാരണം അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ദാറ്റ് ഹാപ്പൻസ് നൗ ടു ഷാ ആൻഡ് കമ്പനി 100. Next entry, 700 paid in cash for a typewriter was charged to office expenses account. അതായത് വീണ്ടും ഒരു ടൈപ്പ് റൈറ്റർ നമ്മൾ വാങ്ങിച്ചു. ടൈപ്പ് റൈറ്റർ ഒക്കെ ഒരു അസറ്റ് ആണ് അല്ലേ, നമ്മൾക്ക് നാളെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 700 രൂപ കൊടുത്തൊരു ടൈപ്പ് റൈറ്റർ വാങ്ങിച്ചതിനെ നമ്മൾ അസറ്റ് ആക്കി കാണിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. സോ എൻട്രി കറക്റ്റ് എൻട്രി എന്തായിരുന്നു ആവേണ്ടിയിരുന്നത്? ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന അസറ്റ് ബുക്സിൽ വന്നതായിട്ട് കാണിക്കണമായിരുന്നു. ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റ് 700.
എന്നിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതായിട്ട് 2 ക്യാഷ് ഫ്ലോന്ന് റെക്കോർഡ് ചെയ്യണം. ഇതിന് പകരം നമ്മൾ ചെയ്തത് ഈ ടൈപ്പ് റൈറ്റർ വാങ്ങിച്ചതിനെ ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഓഫീസ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത് 700. പേയ്മെൻറ്റ് ക്യാഷിൽ നിന്ന് പോയത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ട്. സോ ഇവിടെയും എത്ര അക്കൗണ്ട്സ് എഫക്റ്റ് ആയി? ക്യാഷ് ഹാസ് നോ എഫക്റ്റ് ബിക്കോസ് കറക്റ്റ്ലി 700 പോയത് കാണിച്ചിട്ടുണ്ട്. ഇനി ക്യാഷിനുള്ളിൽ എഴുതിയ നറേഷൻ വേണം തെറ്റായിരിക്കും, പക്ഷെ എമൗണ്ടുകൾ കറക്റ്റ് ആണ്. ഇഫ് ദാറ്റ് ഹാപ്പൻ. ബട്ട് ടൈപ്പ് റൈറ്റർ അക്കൗണ്ടിൽ ഡെബിറ്റ് വരണമായിരുന്നു, അത് വന്നില്ല. ഓഫീസ് എക്സ്പെൻസിൽ ഡെബിറ്റ് വരാൻ പാടില്ലായിരുന്നു. സോ എൻട്രി വിൽ ബി ടൈപ്പ് റൈറ്റർ account debit to office expenses account 700. So we have completed illustration number 2 with all this example. So journal എഴുതുമ്പോൾ ഞാനിപ്പോൾ പറയാൻ വേണ്ടി correct entry, wrong entry and rectification entry. എക്സാമിന് നിങ്ങൾ ഈ റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ ജേർണലിൽ പഠിച്ച ഫോമാറ്റ് തന്നെ എഴുതുക. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇപ്പോൾ ഞാൻ ഏകദേശം ആ പെർട്ടിക്കുലേഴ്സും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റും മാത്രം വരത്തക്ക രീതിയിൽ പെട്ടെന്ന് എഴുതി പോയതാണ്. പക്ഷെ എക്സാമിന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഫോമാറ്റിൽ തന്നെ കാണിക്കാം. പിന്നെ ഇത് ഒരിക്കലും എഴുതേണ്ട കാര്യം, ഇത് എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സും കിട്ടാനില്ല, നമ്മളുടെ സമയവും നഷ്ടപ്പെടും. ഇത് പ്രാക്ടീസ് ചെയ്യാനാണ് ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത്. Yeah. So we have recorded. So everywhere, if you can see, they have recorded the narration as well. Yeah. രണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി റെസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വി വിൽ ടേക്ക് അപ്പ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച ആ തിയറി ടെക്സ്റ്റിൽ നിന്നും വായിക്കാം, പിന്നെ നമ്മൾ പറഞ്ഞ ഡിസ്കഷനൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ സം ഓഫ് ദ ഇലസ്ട്രേഷൻസ് ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ on your own also, but anyway we'll take up them in next class and finish up rectification of errors chapter then, and we will move on to the next chapters from there. So നിങ്ങൾ പോയി തിയറി നല്ലപോലെ വായിക്കുക. അപ്പോൾ തിയറി കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തിയറട്ടിക്കൽ ഏരിയയിൽ നിന്ന് MCQ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഏത് ടൈപ്പ് ഓഫ് എറർ ആണെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്ത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയാനാണ് നമ്മൾ ഈ ഡിസ്കഷൻസ് അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നടത്തിയത്. സസ്പെൻസ് എപ്പോൾ കൊണ്ടുവരണം, എൻട്രി ഒന്നും ഇല്ലാതെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഏത് എറർ ആണെങ്കിലും യു വിൽ അപ്ലൈ ഓൾ ദിസ് പ്രിൻസിപ്പിൾസ് ടു ഡു എ റെക്ടിഫിക്കേഷൻ എൻട്രി. ആൻഡ് ദെൻ ആസ് യു ഗോ അഹെഡ് and become thorough with all these rectifications, so basic journal entry, തെറ്റ് സംഭവിച്ച എന്താണെന്നൊക്കെ in a split second you will get equipped with knowing what has happened. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ബൈഫിക്കേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ കൂടി പെട്ടെന്ന് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്ത് വരുന്നത് വഴി സ്പീഡും കൂടും. നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത പോലെ കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. റെക്ടിഫിക്കേഷൻ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾക്ക് എഴുതാൻ കാണും, ബാക്കിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്താൽ മതി. സോ അത്രയും എഫിഷ്യൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ തിയറി മനസ്സിലാക്കണം, ഒരുപാട് സംസ് ഓൺ യുവർ ഓൺ പ്രാക്ടീസും ചെയ്യണം. സോ ഇഫ് യു വാണ്ട് ടു ഗിവ് ഇറ്റ് എ ഗോ, try questions from your textbook, study material, or any past question paper. We will anyway take up it in next class. So till we meet again, stay safe and happy. Thank you.